السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, BA അഫ്ളലുൽ ഉലമ 5ാം സെമസ്റ്ററിലെ പുതിയൊരു പുസ്തകമാണ് നമ്മളിന്ന് ക്ലാസ് ആരംഭിക്കുന്നത്. റട്ടറിക് ആൻഡ് പ്രോസഡി എന്ന് പറയുന്ന ഒരു 5th സെമസ്റ്ററിൽ നമുക്കുള്ള പ്രധാനപ്പെട്ട ഒരു കോർ കോഴ്സ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ചയാക്കുന്നത്. ഇതിൽ റട്ടറിക് എന്ന് പറഞ്ഞാൽ നമ്മൾ അറബിയിൽ ബലാഗത്ത്, ഫസാഹത്ത് എന്നൊക്കെ പറയുന്ന സാഹിത്യത്തെക്കുറിച്ചും മറ്റൊക്കെ പഠിക്കുന്ന ഒരു സംഭവമാണ്. ഇതിനോടൊപ്പം ഇതിൽ പഠിക്കുന്ന മറ്റൊരു വിജ്ഞാന ശാഖയാണ് പ്രോസഡി. പ്രോസഡി എന്ന് പറഞ്ഞാൽ നമ്മളെ ഉറൂദ് വൽ ഖാഫിയ എന്ന് പറയുന്ന പദ്യ രചന നിർമ്മാണം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില പഠനങ്ങൾ കൂടി ഈ പുസ്തകത്തിൽ നമ്മൾ പഠിക്കാനുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പുസ്തകമായതുകൊണ്ടാണ് എൻ്റെ പേര് തന്നെ റട്ടറിക് ആൻഡ് പ്രോസഡി എന്ന പേര് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യുക, ഇന്നത്തെ ക്ലാസ്സിലൂടെ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള വിവിധ ചാപ്റ്ററുകളൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എജ്യൂപീഡിയയുടെ ഓൺലൈൻ ട്യൂഷനിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഇതുപോലുള്ള പ്രയാസകരമായ ടോപ്പിക്കൊക്കെ നിങ്ങൾ ഈസി ആയിട്ട് അത് പഠിക്കാനും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും മറ്റൊക്കെ ചർച്ച ചെയ്യാനും നോട്ട്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇതിൽ സാധാരണ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഓരോ ചാപ്റ്ററുകളും അതിൽ ഓരോ ഭാഗങ്ങളൊക്കെ അർത്ഥം വെച്ച് അങ്ങനെ പോയിരുന്നതുകൊണ്ട് പരീക്ഷ അടുത്ത് വരുന്ന സന്ദർഭത്തിൽ എല്ലാവർക്കും ക്വസ്റ്റ്യൻ ആൻസറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അത് ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് പോകുന്നതായിരുന്നു കൂടുതൽ ഫലപ്രദം എന്നാണ് കുട്ടികൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ പേപ്പറിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കഴിഞ്ഞൊരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2023 മുതൽ അങ്ങോട്ട് ബാക്കോട്ട് ഉള്ള 4 വർഷത്തേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി അതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതുപോലെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് ഒരു നോട്ട്സ് തയ്യാറാക്കിയിട്ടാണ് ഇനി മുതൽ ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ കാണാം, 1ാമത്തെ ചാപ്റ്ററിൽ നിലവിൽ ഇതുവരെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മേജർ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇതൊക്കെ. മാഹിയൽ ഫസാഹത്തു ലുഗത്തൻ വസ്തിലാഹൻ. ഫസാഹത്ത് എന്ന് പറഞ്ഞാൽ ലുഗത്തിലും ഇസ്തിലാഹിലും എന്താണ്? കലാമുൽ ഫസീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബലാഗ എന്ന് പറഞ്ഞാൽ എന്താണ്? അനാസുറുൽ ബലാഗ, ബലാഗയുടെ ഘടകങ്ങൾ, എലമെൻറ്റ്സ് ഏതെല്ലാമാണ്? പിന്നെ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിൽ വന്ന ചോദ്യമായിരുന്നു ഡാഷ് എന്ന് പറഞ്ഞിട്ട് ഹുവൽ ഉംദത്തു ഫി മാരിഫത്തി ഹുസ്നിൽ കലിമാത്ത്. ഇൻഷാ അല്ലാഹ് നമ്മളതെല്ലാം ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതുപോലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൽ പ്രധാനമായും വന്നത് ബയ്യൻ അൽ കലാം അൽ ഫസീഹ്, കലാം അൽ ഫസീഹ് സംബന്ധിച്ച് വിശദീകരിച്ച് ചെയ്താണ് 5 മാർക്കിൻ്റെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ഷുറൂത്തുൽ ഫസാഹത്തി എന്ന വിഷയത്തെക്കുറിച്ചും 5 മാർക്കിൻ്റെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് അൽ കലാമുൽ ഫസീഹ് വ ഷുറൂത്തുഹു, കലാമുൽ ഫസീഹ് എന്താണെന്നും അതിൻ്റെ ഷുറൂത്തുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ എസ്സേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ആൻസറുകളാണ് ഈ പറയുന്ന നോട്ട്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് തന്നെ ഉൾപ്പെടുത്തിയത് നമ്മളെ പുസ്തകത്തിലുള്ള ചോദ്യങ്ങൾ, പുസ്തകത്തിൻ്റെ ഓർഡർ പ്രകാരം അതിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ആ ചോദ്യങ്ങളുടെ ഉത്തരം, അങ്ങനെ ഈ പുസ്തകത്തിൻ്റെ ഓർഡറിൽ തന്നെയാണ് ഇതിലെ ഭാഗങ്ങളെല്ലാം പോകുന്നത്. പുസ്തകം അങ്ങനെ വായിച്ചു പോകുന്നവർക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാം ഭാഗത്തു നിന്നാണ് വന്നതെന്നും അത് അടയാളപ്പെടുത്താനൊക്കെ മറ്റൊക്കെ ഉപകരിക്കും. ഇതിൽ തന്നെ ഓരോ ക്വസ്റ്റ്യൻസും ഇത് എത്രാമത്തെ വർഷത്തിലാണ് കൊടുത്തത് എന്ന് പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, 2022 ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഓരോ വർഷത്തിലും ചോദ്യ പേപ്പറിൽ ഓൾറെഡി വന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിൻ്റെ വർഷം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക. ഇൻഷാ അല്ലാഹ് ഇത്രയുമാണ് ഇതിൻ്റെ മുഖവുരയായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, മാഹിയൽ ഫസാഹത്തു ലുഗത്തൻ വസ്തുലാഹൻ. നമ്മൾ 1ാമത്തെ ചാപ്റ്റർ ഇതിൽ പഠിക്കുന്നത് അൽ ഫസാഹത്തു വൽ ബലാഗത്തു വൽ ഉസ്ലൂബു വ ഇൽമുൽ ബയാൻ. അതിൽ നമ്മൾ ഫസാഹയും ബലാഗയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആദ്യത്തെ പകുതിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൽ ആദ്യം നിങ്ങളിപ്പോൾ പുസ്തകം തുറന്നാൽ ആദ്യം കാണുന്നത് തന്നെ ഈ പറയുന്ന ചോദ്യവും അതിൻ്റെ ഉത്തരവായിരിക്കും. അപ്പോൾ അത് നമ്മൾ ചോദ്യമായിട്ടാണ് നമ്മൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് മാത്രം. മാഹിയൽ ഫസാഹത്തു ലുഗത്തൻ വസ്തുലാഹൻ, ഇങ്ങനെയാണ് ചില
സന്ദർഭങ്ങളിൽ ചോദ്യം വരാറില്ല. ചിലപ്പോൾ അങ്ങനെ വരാം, മാ ഹുവൽ കലാമുൽ ഫസ്വിഹു, ഫസ്വിഹായ കലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടും സെയിം തന്നെയാണ്. 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ പുസ്തകത്തിൽ നോക്കിയാലും ഇതേ ഓർഡറിൽ തന്നെയാണ് ഉണ്ടാവുക, നിങ്ങൾ പുസ്തകത്തിൽ വേണമെങ്കിൽ നോക്കാവുന്നതാണ്. അൽ ഫസാഹത്തു അൽ ലുഹൂർ വൽ ബയാൻ. ലുഗത്തിൽ നമുക്ക് ഫസാഹത്ത് എന്ന് പറഞ്ഞാൽ ലുഹൂർ വൽ ബയാൻ അഥവാ കാര്യങ്ങൾ വ്യക്തമാവുക, പിന്നെ പ്രകടമാവുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. തെക്കൂലു പറയാറുണ്ട് അറബികൾ, അഫ്സഹ സുബുഹു എന്ന് പറയാറുണ്ട് ഇതാ ലൊഹറ, അതായത് പ്രഭാതം എന്ത് ചെയ്തു, വെളിപ്പെട്ടു. പ്രഭാതം എപ്പോൾ ഇതാ ലൊഹറ, പ്രഭാതം ഒന്ന് വ്യക്തമായിട്ടൊന്ന് വെളിച്ചൊക്കെ വെക്കുന്ന സമയത്ത് അറബികൾ പറയുന്ന പ്രയോഗമാണ് അഫ്സഹ സുബു. അപ്പോൾ അതിൽ അഫ്സഹ എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചല്ലോ, ഇതിൽ നമ്മൾ ഫസാഹത്ത് എടുത്തത്. അഫ്സഹ എന്ന് പറഞ്ഞാൽ വെളിവാവുക, അപ്പോൾ അതന്നെയാണ് ഫസാഹത്ത് എന്ന് പറഞ്ഞാൽ. നമ്മളൊരു സംസാരമൊക്കെ പറയുന്ന സമയത്ത് അത് മറ്റുള്ളവർക്ക് കൂടി വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാവുക, ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഉദ്ദേശം. മനസ്സിലായല്ലോ? അപ്പോൾ അത് ഈ ഫസാഹത്ത് എന്ന് പറഞ്ഞാലും ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. വൽ കലാം അൽ ഫസിയു, ഇപ്പോൾ സാങ്കേതികാർത്ഥത്തിൽ എന്താണ് ഫസിയായ കലാം എന്ന് ചോദിച്ചാൽ ഇവിടെ കാണാം, മാ കാന വാദിഹുൽ മാന സഹലുൽ ലഫ്ദി ജയ്യിദു സുബുക്കി. ഇത് പുസ്തകത്തിൽ വരുന്ന വാദങ്ങളൊന്ന് അടയാളപ്പെടുത്തിയാൽ മതി. വ്യക്തമായ അർത്ഥമുള്ളത്, അർത്ഥം വളരെ വ്യക്തമായിരിക്കും, എന്താണ് അതിൽ പറയുന്നതെന്ന് വളരെ വ്യക്തമായിരിക്കും. ഇതിനാണ് എന്ത് പറയുന്നത്, നമ്മൾ ഫസിഹായ കലാം എന്ന് പറയാം. അപ്പോൾ ഫസിഹായ കലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന ഒന്ന് വളരെ സുവ്യക്തമാവുക, സുഗ്രാഹ്യമാവുക എന്നുള്ളതാണ്. മറ്റൊന്ന് സെഹലുൽ ലഫ്ദി, ലഫ്ദ് വളരെ സിമ്പിളായിരിക്കുക, എന്നുവെച്ചാൽ ആ പറയുന്ന വാക്കുകൾ പെട്ടെന്ന് എന്ത് ചെയ്യണം, ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന സെഹിലായതായിരിക്കണം. അതുപോലെ ജയ്യിദു സുബ്കി, ആ വാക്കിനെ എടുക്കുന്നത്, അതിൻ്റെ എടുപ്പ് തന്നെ എന്തായിരിക്കണം, വളരെ സിമ്പിളായി നല്ലതായിരിക്കണം. വെച്ചാൽ വാക്കുകൾ പല കോലത്തിലുണ്ടാവും, അപ്പോൾ അതിൽ വാക്കുകൾ ക്രമീകരിക്കുന്ന സമയത്തൊക്കെ നല്ല എടുപ്പായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവും, കാര്യങ്ങൾ ബാക്കിയുള്ളവർ കൂടി വ്യക്തമാകും. ഇതാണ് ശരിക്ക് ഇതെല്ലാം ഉൾക്കൊണ്ട ഒരു കലാമിനാണ് നമ്മൾ ഫസിഹായ കലാം അഥവാ സാഹിത്യം നിറഞ്ഞ കലാം എന്നൊക്കെ ഷോർട്ടാക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ് റെഡിയല്ല അതിൻ്റെ. ഇനി അടുത്ത ഈ പുസ്തകം എടുത്ത് നോക്കിയാൽ അടുത്ത് വരുന്നത്, തൊട്ടപ്പുറത്ത് വരുന്നത് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സിൽ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. 2021 ചോദിച്ചൊരു ചോദ്യമാണ്. അതാണ് അടുത്ത പാരഗ്രാഫിൽ, ഒന്നാമത്തെ പേജിൽ തന്നെ അടുത്ത പാരഗ്രാഫിൽ കാണാം എന്ത്, ഹുവൽ ഉംദത്തു ഫി മാരിഫത്തി ഹുസ്നുൽ കലിമാത്ത്. ഇതിൽ പറയുന്നത് ഈ കലിമാത്തുകളിൽ, വാക്കുകളിലെ നല്ല വാക്കുകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുന്നതിന് നമ്മൾ പ്രധാനമായും അവലംബിക്കുന്ന കാര്യം ഇന്നാൽ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തില്ല. ഇവിടെ എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൽ തന്നെ കാണാം, അത് ദൗഖുസ്സലീമു എന്നാണ്, അഥവാ ശരിയായ അഭിരുചി. എന്ന് വെച്ചാൽ മറ്റു കേടുപാടുകളൊന്നും ഇല്ലാത്ത നല്ല അഭിരുചിയുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഏതാണ് നല്ല വാക്ക്, ഏതാണ് ചീത്ത വാക്ക്. അപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ നല്ല വാക്കുകളാണെന്ന് എങ്ങനെ മനസ്സിലാക്കുക, അത് ഒരു നല്ലൊരു അഭിരുചി ഉണ്ടായാൽ മതി. എന്നാൽ തന്നെ ഓൾറെഡി എന്ത് ചെയ്യും, അവന് കാര്യങ്ങൾ മനസ്സിലാവും, ഓരോ സന്ദർഭങ്ങളിൽ ഏത് വാക്ക് ഉപയോഗിക്കലാണ് നല്ലത് എന്ന്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. അത് ദൗഖുസ്സലീം എന്നുള്ളതാണ് അതിൻ്റെ ശരി ഉത്തരം കേട്ടോ. അതാണ് ഇവിടെ കൊടുത്തത്, അത് ദൗഖുസ്സലീം. ഈ ജീമ് കാണുന്ന ജവാബ് എന്നതിനെ കുറിക്കാനാണ് കേട്ടോ. ഇനി എപ്പോൾ ശ്രദ്ധിക്കുക, ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അത് ദൗഖുസ്സലീമു വൽ ഉംദത്തു ഫി മഅരിഫത്തി ഹുസ്നിൽ കലിമാത്തി, നല്ല വാക്കുകൾ തിരിച്ചറിയുന്നതിൽ, അത് മനസ്സിലാക്കുന്നതിലുള്ള അവലംബം. ഉംദത്ത് പറഞ്ഞാൽ അവലംബം, അത് ദൗഖുസ്സലീമു, അത് ഏതാണ്, ദൗഖുസ്സലീമാണ്, അഥവാ നല്ലൊരു അഭിരുചിയാണ്. കേടുപാടുകളൊന്നും ഇല്ലാത്ത നല്ലൊരു അഭിരുചി ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ അതിന് പഠിക്കേണ്ടത്. പിന്നെ ഈ ഒന്നാമത്തെ പേജിൽ വരുന്ന വേറൊരു പിന്നെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. 2019 ചോദിച്ചൊരു ചോദ്യമുണ്ട്, ബയ്യിൻ അൽ കലാം അൽ ഫസീഹ്. കലാം അൽ ഫസീഹ് എന്താണെന്ന് വിശദീകരിക്കുക. നേരത്തെ നമ്മൾ ലോകത്തും ഇസ്ലാമും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അതിൻ്റെ ചെറിയൊരു വിശദീകരണം ഒരു 5 മാർക്കിലേക്ക് ഒതുക്കാൻ പറ്റുന്ന രൂപത്തിൽ തയ്യാറാക്കാനാണ് 2019 ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഇതിലൊന്ന് ആവർത്തിക്കണം. അപ്പോൾ അത് കുറച്ച് പോയിൻ്റ് ആയത് കിട്ടും. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ഓൾറെഡി നേരത്തെ സംസാരിച്ചാണ്, അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ ചർച്ച ചെയ്യുന്നില്ല, അതും ഇതിൽ ഉൾപ്പെടുത്താൻ നമ്മൾ എസ്സേയിൽ പാരഗ്രാഫ് എഴുതുന്ന സമയത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത്. ഇനി അതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് അർത്ഥം വെക്കാം. ഇത് മനസ്സിലായല്ലോ. ഇതിൻ്റെ PDF എന്ത് ചെയ്യും, നമ്മൾ ഇൻഷാ അല്ലാ പെയ്ഡ് ഗ്രൂപ്പിൽ, ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ നമ്മൾ വിതരണം ചെയ്യും. അതിൽ ഇനി ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ ജോയിൻ ചെയ്താൽ ഇതിൻ്റെ PDF-ഉം നോട്ട്സുകളും കാര്യങ്ങളെല്ലാം അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. ഫയജിബു ലിൽ കലാമിൽ ബലീഗി അൻ തകൂന കുല്ലു കലിമത്തിൻ ഫീഹി ജാരിയത്തുൻ അലൽ ഖിയാസി സർഫി.
അപ്പോൾ അതിൽ പറയുന്നത് ഒരു സാഹിത്യമുള്ള കലാമ് ആവാൻ നിർബന്ധമാണെന്ത് അന്തക്കൂന കുല്ലു കലിമത്തിൻ ഫീഹി അതിലെ ഓരോ കലിമത്തും ആവൽ അനിവാര്യമാണ് എന്ത് ജാരിയത്തൻ അലൽ ഖിയാസി സൊർഫി സൊർഫിയായ ഖിയാസു പ്രകാരം ആവൽ അനിവാര്യമാണ്. സൊർഫിയായ ഖിയാസ് എന്ന് പറഞ്ഞാൽ ഓരോ വാക്കുകളൊക്കെ നമ്മൾ സൊർഫ് ചെയ്യുന്ന സമയത്തൊക്കെ ഓരോ നിയമങ്ങളുണ്ടാവും, ഓരോ നിയമങ്ങൾ. ആ നിയമത്തിൻ്റെ അതേ ഓർഡറിൽ തന്നെ ആയിരിക്കണം അതിൽ ഓരോ കിലിമത്തും ഉണ്ടാവേണ്ടത്. ഇപ്പം നിയമത്തിനെതിരായിട്ട് ഏതെങ്കിലും ഷാദായിട്ടൊക്കെ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ. അത്തരം വാക്കുകളൊന്നും ഒരു കെലിമത്തിൽ ഏതെങ്കിലും ഒരു കലാമിൽ ഏതെങ്കിലും കെലിമത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ കലാമിൻ്റെ സാഹിത്യം നഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഒരു സാഹിത്യ സമ്പുഷ്ടമായ ഒരു സംസാരത്തിൽ വേണ്ടത് അതിൽ ഓരോ വേർഡുകൾ എന്തായിരിക്കണം, അത് നിയമപരമായിട്ടുള്ള അതിൻ്റെ സൊർഫി ആയിട്ടുള്ള അതേ ഓർഡറിൽ തന്നെ വരുന്നതായിരിക്കണം. അതുപോലെ ബയ്യനത്തുൻ ഫി മായനാഹ മായന വ്യക്തമായതായിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞത് സുഗ്രാഹ്യമായിരിക്കണം എന്ന് പറഞ്ഞു. അതായത് അത് കേൾക്കുന്ന സമയത്ത് കുറേ ആളുകൾ ഇങ്ങനെ ചിന്തിച്ച് കുറേ ആലോചിച്ചിട്ടെങ്കിൽ മാത്രമേ അതിൻ്റെ അർത്ഥം കിട്ടുള്ളൂ. ആ രൂപത്തിലാവാൻ പാടില്ല, വ്യക്തമായ മാനയുള്ളതായിരിക്കണം. വൈന്നമാ തെക്കൂൻ കെലിമത്തു കദാലിക്ക ഒരു കെലിമത്ത് അപ്രകാരം ആളുകൾക്കൊക്കെ വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റുന്നതും ബലാഗയൊക്കെ ആകുന്നത് എപ്പോഴാണ് ഇതാ കാനത്തും മഅലൂഫത്തുൽ ഇസ്തിഅമാലി അത് വളരെ അതിൻ്റെ ഉപയോഗം വളരെ പരിചിതമാകുമ്പോഴാണ്. മഅലൂഫത്ത് തന്നെ പരിചിതമാവുക. ബൈനൽ മാഹിരീന നിപുണരായ ആളുകൾക്കിടയിൽ, മാഹിരി എന്ന് പറഞ്ഞാൽ വളരെ ആ വിഷയത്തിൽ നല്ല സ്കിൽഫുള്ളായ ആളുകൾക്കിടയിൽ വളരെ പ്രസിദ്ധമായതായിരിക്കണം. എന്നാൽ കുത്താബി എഴുത്തുകാർ, വശുആറായി കവികൾ മനസ്സിലാക്കേണ്ടത് ഇവരാണ് കാര്യമായിട്ട് ഓരോ വേർഡും സാഹിത്യ സമ്പുഷ്ടിയുള്ളതാണോ അല്ല എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ശരിക്കും പോയറ്റുകളും എഴുത്തുകാരൊക്കെയാണ്. കാരണം അവരുടെ അടുക്കലാണ് ഏറ്റവും പുതിയ സാഹിത്യ വേർഡുകളൊക്കെ ഉണ്ടാവുക. നമ്മുടെ നാട്ടിൽ തന്നെ ആലോചിച്ചാൽ നമുക്കറിയാമല്ലോ, മലയാളത്തിലാണെങ്കിലും മലയാള സാഹിത്യത്തിലെ ഏറ്റവും നല്ല സാഹിത്യ വാക്കുകളൊക്കെ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് ഏറ്റവും സാഹിത്യമുള്ളതെന്ന് പറയുന്നതൊക്കെ എഴുത്തുകാർ ഉപയോഗിക്കുന്നിടത്താണ്. അപ്പോൾ അവരുടെ അടുക്കൽ ഉപയോഗത്തിൽ വളരെ പരിചിതമായ സംഗതികളാണെങ്കിൽ അത് വളരെ സാഹിത്യ സമ്പുഷ്ടിയുള്ളതായിരിക്കും. അല്ലെങ്കിൽ അത് വളരെ അപൂർവമായ ഈ ഖിയാസി ഒന്നും ഒത്തുവരാത്ത ഷാദായിട്ടൊക്കെ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളൊക്കെ ആവും. അപ്പോൾ അത് സാഹിത്യം നിറഞ്ഞ ഇതിൽ പറ്റുന്നതല്ല. അന്നഹും ലം യസ്തഖ്ദിമുഹ ഇല്ലാ ലി മക്കാനിഹ കാരണം ഈ സാഹിത്യം ഉപയോഗിക്കുന്ന ആളുകളായ ഈ സാഹിത്യത്തിൻ്റെ ആളുകളായ ഈ പോയറ്റുകളും കവി എഴുത്തുകാരും ഒക്കെ അവർ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നില്ല ഇല്ലാ ലി മക്കാനിഹ അതിൻ്റെ സ്ഥാനത്തിന് വേണ്ടിയല്ലാതെ മിനൽ ഹുസ്നി അതിൻ്റെ ഭംഗിയുടെ സ്ഥാനത്തിന് വേണ്ടിയല്ലാതെ എന്ന് വെച്ചാൽ ആ ഓരോ വേർഡിനും അതാതിൻ്റെതായ ഭംഗിയുണ്ട്. ബിസ്തിക്മാലിഹ ജമീഅ മാ തഖദ്ദം മിൻ നുഊത്തിൽ ജൗദത്തി നേരത്തെ മുകളിൽ പറഞ്ഞ മേന്മയുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള വളരെ ഭംഗിയുള്ളതാണ് ഓരോ കെലിമത്തും എന്നുള്ളത് കൊണ്ടാണ് ആ കെലിമത്തുകൾ തന്നെ അവരുടെ സംസാരത്തിൽ എഴുത്തുകാരും അതുപോലെ പോയറ്റുകളും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരുടെ അടുക്കൽ പരിചിതമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണ് അതാണ് ഇതിൻ്റെ നമ്മൾ മനസ്സിലാക്കുക. അതിലൂടെയാണ് സാഹിത്യമാണോ അല്ല എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഒക്കെ അപ്പോൾ ഇത്രയും കാര്യം. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ദൗഖു സലീമു ഹുവൽ ഉംദത്തു ഫി മാരിഫത്തി ഹുസ്നിൽ കലിമാത്ത്. ഇനി മറ്റൊരു കാര്യം പറയുന്നത് ഒരു ഈ എഴുത്തുകാരുടെ വിഷയം എടുക്കുമ്പോൾ അല്ലെങ്കിൽ പോയറ്റുകളുടെ കവികളുടെ വിഷയം എടുക്കുമ്പോൾ തന്നെ അവരുടെ അടുക്കൽ ഏത് വാക്കാണ് ഏറ്റവും നല്ല വാക്ക് എന്ന് അങ്ങനെ തിരിച്ചറിയും. അതിനുള്ള മാർഗ്ഗമാണ് ദൗഖു സലീമു ഒരു കേടുപാടുകളൊന്നും ഇല്ലാത്ത ഒരു അഭിരുചി ഉണ്ട് എങ്കിൽ, നല്ലൊരു സാധാരണ നിലയിലുള്ള ഒരു അഭിരുചി ഉണ്ട് എങ്കിൽ, ടേസ്റ്റ് എന്നൊക്കെ പറയാം നമ്മൾ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എങ്കിൽ ഹുവൽ ഉംദത്തു അതാണ് ഏറ്റവും വലിയ ഉംദ ആ വിഷയത്തിൽ ഏറ്റവും വലിയ നമ്മൾ അവലംബിക്കുന്നത് അതാണ്. ഫി മാരിഫത്തി ഹുസ്നിൽ കലിമാത്തി വാക്കുകളുടെ സൗന്ദര്യത്തെ തിരിച്ചറിയുന്നത്. തെമ്മീസി മാഫിഹ മിൻ വുജൂഹിൽ ബഷാഅത്തി അതേ പ്രകാരം ഈ കെലിമാത്തുകളിൽ ഉണ്ടാവുന്ന തെമ്മീസനെ വേർതിരിച്ചറിയാന്നാട്ടോ. തെമ്മീസി മാഫിഹ മിൻ വുജൂഹിൽ ബഷാഅത്തി ഈ കലാമിൽ ഏതെങ്കിലും വളരെ മ്ലേച്ഛമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വൃത്തികെട്ട പ്രയോഗങ്ങളോ മറ്റോ അതിൽ നിന്ന് നല്ല വാക്കുകൾ എങ്ങനെയാണെന്ന് വേർതിരിച്ചറിയാനുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവലംബം എന്ന് പറയുന്നത് അവലംബം എന്ന് പറയുന്നത് ദൗഖു സലീമാണ്, നല്ല അഭിരുചിയാണ്. ലിഅന്നൽ അൽഫാദ അസ്വാത്തുൻ കാരണം ലഫ്ദ് എന്ന് പറയുന്നതിന് ശബ്ദങ്ങളാണ്, ഓരോ വേർഡും ഓരോ സൗണ്ടുകളാണ്. ഫല്ലദീ യത്റബു ലി സൗത്തിൽ ബുൽബുലി വ യുനഫിറു മിൻ അസ്വാത്തിൽ ഭൂമി വൽ ഗിർബാൻ യക്റഉ ഇസ്തിമാഅൽ കലിമത്തി കാരണം ഈ രാഗംപാടികളായ അല്ലെങ്കിൽ നമ്മളെ ബുൽബുലിൻ്റെ നൈറ്റിൻഗെയിൽസ് ഈ നൈറ്റിൻഗെയിൽസിൻ്റെ ശബ്ദം അത് കേൾക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരുത്തൻ തുറബുവാനോട് സന്തോഷിക്കാന്നൊക്കെ അർത്ഥട്ടോ. രാപ്പാടികളുടെ ശബ്ദം കേൾക്കുന്ന സമയത്ത് സന്തോഷിക്കുന്ന ആളുകൾ
വയുനഫിറുമിൻ അസ്വാത്തിൽ ഭൂമി, മൂങ്ങയുടെ ശബ്ദം കേൾക്കുമ്പോൾ വെറുക്കുകയും ചെയ്യുന്ന ആളുകൾ, വൽ ഖുർബാനി, കാക്കയുടെ ശബ്ദം കേൾക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ആളുകൾ, യക്റഉ ഇസ്തിമാഅൽ കലിമത്തി, അവരെന്ത് ചെയ്യും, ഈ കെലിമത്തുകൾ കേൾക്കുന്നതിന് അവർ വെറുക്കും. എങ്ങനത്തെ, ഇദാ കാനത്ത് ഗരീബത്തൻ, അത് വളരെ വിചിത്രമായി ആരും ഉപയോഗിക്കാത്ത വളരെ അൺഫെമിലിയർ ആയിട്ടുള്ള വേർഡുകളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അത്തരം വാക്കുകൾ കേൾക്കാൻ ഇവർക്ക് വെറുപ്പായിരിക്കും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സലീമായ അഭിരുചി എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം കേട്ടോ. അഥവാ ഒരു സാധാരണ നിലയിലുള്ള ഒരു അഭിരുചി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾക്ക് കാക്കയുടെ ശബ്ദം ഒരു മോശമായിട്ട് തോന്നാം, അതുപോലെ ഈ മൂങ്ങയുടെ ശബ്ദം ഒരു വെറുക്കപ്പെട്ട ശബ്ദമായിട്ട് തോന്നാം. അതേസമയം ഈ കുയിലിൻ്റെ ശബ്ദം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് സാധാരണ രീതിയിൽ അങ്ങനെയാണ്. ഒരാൾക്ക് നേരെ തിരിച്ചായി, അത് എന്തെങ്കിലും ആൾക്ക് എന്തോ സുഖം ഉണ്ടാവും, അതുകൊണ്ട് അങ്ങനെ തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു സലീമായ രോഗങ്ങളോ മറ്റൊന്നും ഇല്ലാത്ത ഒരു സാധാരണ നിലയിലുള്ള ഒരാളുടെ അഭിരുചി അതാണ് തീരുമാനിക്കുന്നത് എന്ത്, ഒരു വാക്ക് നല്ലതാണോ അല്ലേ എന്നൊക്കെ. ഒരു സാഹിത്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കലിമത്തുകളും അല്ലെങ്കിൽ ഓരോ വേർഡുകളും അത് സാഹിത്യമുള്ളതാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് ഈ പറയുന്ന ഒരു നല്ലൊരു അഭിരുചി ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ അഭിരുചിയുള്ള ആൾക്ക് കാക്കയുടെ ശബ്ദം വെറുപ്പായി തോന്നുന്ന, മുങ്ങയുടെ ശബ്ദം വെറുപ്പായി തോന്നുന്ന, ആ സമയം കുയിലിൻ്റെ ശബ്ദം നല്ല സന്തോഷമായി തോന്നുന്ന ഒരാൾക്ക്, അങ്ങനത്തെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മുത്തനാഫുറത്തുൽ ഹുറൂഫായ അതുപോലെ ഗരീബായ പദങ്ങളൊക്കെ ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ വെറുപ്പുണ്ടാവുന്ന കാരണം യക്റഹു, അവർ വെറുക്കും, ഇസ്തിമാഅൽ കലിമത്തി, ചില വേർഡുകൾ കേൾക്കുന്നത് തന്നെ ഇദാ കാനത്ത് ഗരീബത്തൻ, അത് വളരെ വിചിത്രമായ വേർഡുകളാണെങ്കിൽ, മുത്തനാഫിറത്തുൽ ഹുറൂഫ്, അർഫുകളൊക്കെ വളരെ ഒരു വൃത്തികെട്ട രൂപത്തിൽ ഉൾക്കൊള്ളുന്ന ചില അക്ഷരങ്ങളുണ്ടാവും, അത് ഉച്ചരിക്കാൻ അടുപ്പിച്ചടുപ്പിച്ച് അത്ര അക്ഷരങ്ങൾ വരുന്ന സമയത്ത് ആ കലിമത്ത് ഉച്ചരിക്കാൻ ഭയങ്കര പ്രയാസം ഉണ്ടാവും. അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ അവർക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു വെറുപ്പ് തോന്നും. അത് സാധാരണ ഉണ്ടാകുന്ന ഒരു നോർമലായിട്ടുണ്ടാകുന്ന ഒരു അഭിരുചിയുള്ളവർക്കൊക്കെ അത് മനസ്സിലാവും. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട അവലംബം. പ്രത്യേകം നോട്ട് ചെയ്തൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ കലിമത്തൈ അൽ മുസ്നത്തി വ ദീമത്തി. ഈ മുസ്നത്ത് ദീമത്ത് എന്ന് പറയുന്ന രണ്ട് പദങ്ങൾ ശ്രദ്ധിക്കട്ടോ. ഈ രണ്ട് പദങ്ങളും ഈ സഹാബത്തിൽ മുംതുറത്തി, നല്ല ഈ മഴ നൽകുന്ന മേഘങ്ങൾക്കാണെന്ന് പറയാം, മുംതുറത്തര മഴ ഉണ്ടാക്കുന്ന അങ്ങനത്തെ മേഘങ്ങൾക്കാണ് ദീമത്ത് എന്നും മുസ്നത്ത് എന്നും പറയാറുള്ളത്. കിൽത്താവുമാ ജമീലത്തുല്ലിസമായ, ഇത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തോ ഒരു ബോറൊന്നും തോന്നുന്നില്ല. പക്ഷെ ബിഖിലാഫി കലിമത്തി അൽ ബ്വാക്ക് എന്ന് പറയുമ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒരു ഐനും കാഫോലും വരുമ്പോൾ ഒരു എന്താ പറയുക, ഒരു രുചികരമല്ലാത്ത അല്ലെങ്കിൽ കേൾക്കാൻ ഒരു ആസ്വാദ്യകരമല്ലാത്ത ഒരു ശബ്ദമാണ് ബ്വാക്ക് എന്ന് പറയുമ്പോൾ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു കലിമത്ത്, ഇതിൻ്റെ അർത്ഥം രണ്ടും സെയിം തന്നെ. ഇതിൻ്റെ അർത്ഥവും മഴ ഉണ്ടാക്കുന്ന തരത്തിലുള്ള മേഘങ്ങൾ തന്നെയാണ്. അല്ലത്തീഫി മൈനാഹുമ, മുകളിൽ പറഞ്ഞതിൻ്റെ അതേ മാന തന്നെ ഇതിനുള്ളത്. പക്ഷെ ഫൈനഹ കബിഹത്തുൻ തുക്കറഹുൽ ആദാൻ, അത് കേൾക്കാൻ, ഈ ചെവികൾക്ക് കേൾക്കാൻ ഒരു വളരെ വൃത്തികെട്ട ഒരു വാക്കാണ് ഈ ബ്വാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്, ഇതാണ് നമ്മളെ അടിസ്ഥാനപരമായി നമ്മൾ തീരുമാനിക്കുന്ന ഒരു വാക്ക് അത് സാഹിത്യമുള്ളതാണോ അല്ലെങ്കിൽ തീരുമാനിക്കുന്ന ഈ പറയുന്ന അഭിരുചിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഫസാഹത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞ പോലെ ഫസാഹത്തിനെ കുറിച്ച് കലാമൽ ഫസീഹ് എന്ന് ചോദിച്ചാൽ അതാണ് ഇതിൻ്റെ കേട്ടോ. ഇത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ പോയിന്റുകൾ ചുരുക്കണമെങ്കിൽ ചുരുക്കാം. ഇത് വലിയ ടെക്സ്റ്റായി കാണുന്നതുകൊണ്ട് ചിലപ്പോൾ കുറേ ഉള്ളതായി നിങ്ങൾ തോന്നിയേക്കാം. അടുത്തത് പാരഗ്രാഫ് 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ അടുത്ത ഭാഗമായിട്ട് വരുന്നത്. ഒന്ന് ഷുറൂത്തുൽ ഫസാഹത്തി എന്നാണ്. അഥവാ ഒരു സാഹിത്യ സമ്പുഷ്ടമായ ഒരു കലാമിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്. ചിലപ്പോൾ ഇങ്ങനെയാണ് ചോദ്യം വരും, ഷുറൂത്തുൽ ഫസാഹത്തി 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് അതിൻ്റെ ഷുറൂത്തുകൾ നോക്കാം. മൊയ്സ്തർത്ത് ഫി ഫസാഹത്തി ഫസാഹത്തി തെർക്കീബി, ഈ ഫസാഹത്ത് ഉണ്ടാക്കാൻ ഒരു കലാമിൽ ഫസാഹത്ത് വരുത്താനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ് താഴെ പറയുന്നത്. ഒന്ന്, അൻ തക്കൂന കുല്ലു കലിമത്തിൻ ഫിഹി ജാരിയത്തൻ അൽ ഖിയാസ് സർഫി. ഒന്നാമത്തെ നിബന്ധന നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓരോ വേർഡുകളും ഒരു കലാമിൽ ഉപയോഗിക്കുന്ന, ഒരു സെൻറ്റൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വേർഡുകളും ജാരിയത്തൻ അൽ ഖിയാസ് സർഫി, സർഫിയായ നിയമങ്ങൾക്ക് വിധേയമായിരിക്കണം. സാധാരണ വരുന്ന നിയമങ്ങൾക്ക് വിരുദ്ധമായി അപൂർവമായി നിയമം തെറ്റിച്ച് എന്തെങ്കിലുമൊക്കെ വേർഡുകൾ വന്നിട്ടുണ്ടാകും. പക്ഷേ അത്തരം വേർഡുകൾ വന്നതാണെങ്കിൽ സാഹിത്യ ഉള്ളതാണെന്ന് പറയാൻ കഴിയില്ല. അറബിയിൽ തന്നെയാണെങ്കിലും സർഫിന് പ്രത്യേക ഒരു വിജ്ഞാന ശാഖയാണ് ഈ സർഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓരോന്നിനും എന്തുണ്ടാവും, ഓരോ സംഗതികൾക്കും ഓരോ പ്രത്യേകമായ സർഫുകൾ ഉണ്ടാവും. അതിൽ നിന്ന് വിരുദ്ധമായി വന്നാൽ സാഹിത്യം ഉള്ളതാവില്ല. അതാണൊന്ന്. മറ്റൊന്ന് ബയ്യനത്തൻ ഫി മഅനാഹ, അർത്ഥത്തിൽ വളരെ വ്യക്തമുള്ളതാവുകയും വേണം. മഫ്ഹൂമത്തൻ വസഹിലത്തൻ, അതുപോലെ കാര്യങ്ങൾ വളരെ ഗ്രഹിക്കാൻ പറ്റുന്നതും സിമ്പിളായതുമായിരിക്കണം. നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചാണ്, അതുകൊണ്ട് അത്ര പറയേണ്ടതുള്ളൂ. രണ്ടാമത്തെ ഷർത്ത് എന്താ നോക്കിക്കോളി,
ഇവിടെ ഷർത്തുകൾ ഓരോന്നും പ്രത്യേകം നമ്മൾ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് നോക്കിയാൽ മതി. രണ്ടാമത്തെ നിബന്ധന വൈ യസ്ലമൽ കലാം ലുഅഫി തഅലീഫി, കലാം എന്തായിരിക്കണം എപ്പോഴും ദുഅഫു തഅലീഫിൽ അഥവാ അതിൻ്റെ കോർവ വളരെ ദുർബലമാകുന്നതിൽ നിന്നും രക്ഷപ്പെട്ടതാണ്. ദുർബലമായ കോർവകൾ ഉണ്ടാവും ചിലപ്പോൾ, അങ്ങനെയുള്ളതാവാനും പാടില്ല. അതിൻ്റെ ഉദാഹരണം എന്താണ് പറഞ്ഞത്, എന്താണ് ഇപ്പം ഈ ദുഅഫു തഅലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം, അഥവാ ഈ കോർവ ദുർബലമാവുക എന്ന് പറഞ്ഞാൽ ഖുറൂജുൽ കലാമി അൻ ഖവായിദിൽ ലുഗത്തിൽ മുത്തരിദത്തീൻ. മുത്തരിദ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഖിയാസി എന്ന് പറഞ്ഞ പോലെ തന്നെ സാധാരണയിൽ വരുന്ന കുറേ നിയമങ്ങൾക്ക് അനുസൃതമായി സാധാരണയിൽ വരുന്ന രൂപമുണ്ട്. അങ്ങനെ മുത്തരിദായ ഭാഷാപരമായ നിയമങ്ങളിൽ നിന്ന് പുറത്തു കടന്ന കലാം വെച്ചാൽ നിയമാനുസൃതമല്ലാതെ വന്ന കലാമും. നമ്മൾ ഓരോ ലാംഗ്വേജിനും അതിൻ്റെ ഗ്രാമാറ്റിക്കൽ റൂൾസുകൾ ഉണ്ടാവും. ഈ ഗ്രാമാറ്റിക്കൽ റൂൾസ് തെറ്റിച്ച് വരുന്ന ഇതിനാണ് ഇപ്പോൾ ഈ ലൂഫ് തലീഫ് എന്ന് പറഞ്ഞത്. ഉദാഹരണം പറഞ്ഞാൽ കറുജൂഇ ലൊമീരി അല മുത്താഹിറിൻ ലഫ്ദൻ വറുത്തുബത്തൻ. സാധാരണ അറബിയിൽ ലൊമീറുകൾ ഉണ്ടാവും, ഹു അല്ലെങ്കിൽ ഹ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ലൊമീറുകൾ എപ്പോഴും ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ സംഗതിയിലേക്കാണ് എപ്പോഴും ലൊമീർ പോകേണ്ടത്. അത് അറബിയിലുള്ളൊരു ഗ്രാമാറ്റിക്കൽ റൂളാണ്. ലഫ്ദിലും റുത്തുബയിലും അതൊക്കെ നമ്മൾ നഹ്വിൻ്റെ ഇതിലൊക്കെ വ്യക്തമായി പഠിക്കുന്നുണ്ട്. അങ്ങനെ ലഫ്ദിലും റുത്തുബയിലും നമ്മൾ വരാൻ പോകുന്ന അഥവാ പറയാൻ പോകുന്ന കാര്യത്തിലേക്ക് ലൊമീർ മടക്കുക എന്ന് പറഞ്ഞാൽ അതില്ല. വളരെ അപൂർവമായി എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. കാരണം മുത്തരിദായ നിയമപ്രകാരം അങ്ങനെ ഇല്ല, അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഉപയോഗിച്ചാൽ സാഹിത്യമുള്ളതല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഉപയോഗിച്ചതിന് ഉദാഹരണമുണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവർ പാടിയ ഒരു പാട്ടുണ്ട്, കവിത, ഒരു വലിയ കവിയായിരുന്നു. അവർ പാടിയ ഒരു കവിതയിലുണ്ട് വലൗ അന്ന മജിദൻ അഖ്ലദ ദഹ്റ വാഹിദ മിനന്നാസി അബ്ഖാ മജിദുഹു ദഹ്റ മുത്ഇമാ എന്ന് പറഞ്ഞില്ല ആ കവിതയിൽ കൊടുത്തിട്ടുണ്ട്. കവിതയുടെ വിശദീകരണങ്ങളും ഞാൻ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം നമുക്ക് ഇത് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ പോയിന്റ് തന്നെ ഏകദേശം ഒരു 4-5 പോയിന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചൊക്കെ എഴുതുമ്പോഴേക്കും പാരഗ്രാഫ് ചിലപ്പോൾ ഒക്കെ ആയി പോകും. അതുകൊണ്ട് വളരെ ഷോർട്ടാക്കിയിട്ടാണ് പാരഗ്രാഫ് തയ്യാറാക്കിയിട്ടുള്ളത്. വിശദീകരണം നമുക്ക് എന്തായാലും നമ്മൾ ക്വസ്റ്റ്യൻ തൊട്ട് താഴെ വരുന്നുണ്ട്, അപ്പോൾ അവിടെ പറയുകയും ചെയ്യാം. അതായത് ഇതിലെ സംഗതി എന്താ ഞാൻ പറയാം, ഇതിൽ നോട്ട്സിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. വലൗ അന്ന ഈ കവിതയിൽ വലൗ അന്ന മുജിദൻ നഖലദ ദഹ്റ വാഹിദ്, മജിദൻ നട്ടോ, മജിദൻ ജീമിന് സുക്കൂനാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം എഴുതിയൊരു വിലാപ കാവ്യമാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് മുത്ഇം ഇബ്നു അദി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് എഴുതിയ വിലാപ കാവ്യമാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് പറയാണ്, ഒരു മൊത്തത്തിലുള്ള ഒരു കാര്യം പറയുകയാണ്. അദ്ദേഹം എന്താ വെച്ചാൽ ഒരിക്കലും ഒരാളുടെ പ്രശസ്തിയോ അല്ലെങ്കിൽ ഒരാളുടെ സ്ഥാനമോ ഒന്നും ഒരിക്കലും എന്തല്ല, ആളുകൾക്ക് എത്ര ഉപകാരം ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ദുനിയാവിൽ ഒരുത്തൻ്റെ പ്രശസ്തിയോ മറ്റോ ഒന്നും അവർക്ക് ബക്കാവ് ഉണ്ടാക്കുകയില്ല. എന്ന് വെച്ചാൽ എന്നാലും ഓലും മരിക്കുന്നു. എത്ര പ്രശസ്തരാണെങ്കിലും ഓലും എന്ത് ചെയ്യും, ഓലും മരിച്ചു പോകും. അതിൽ എത്ര മഹത്വമുള്ളവരാണെങ്കിലും ഓലും മരിച്ചു പോകും. ആർക്കും ദുനിയാവിൽ എന്തില്ല, അങ്ങനെ ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ മുത്തീമിനെ കാലം ബാക്കിയാക്കണമായിരുന്നു എന്നാണ് ഇത് പറയുന്നത്. എന്ന് വെച്ചാൽ മുത്തീം മരിക്കാൻ പാടില്ലായിരുന്നു, കാരണം അത്രയും പ്രസിദ്ധനും പ്രശസ്തനും നല്ല ഔന്നിത്യമുള്ള ആളൊക്കെ ആയിരുന്നു മുത്തീം, എന്നിട്ടും അയാൾ മരിച്ചുപോയില്ലേ എന്നാണ് കവിതയിൽ പറയുന്നത്. പക്ഷെ അവിടെ വിഷയം അതല്ല. വലൗ അന്ന മജിദൻ, ഈ പ്രശസ്തി അത് അഖലദ ദഹ്റ, അത് ഈ കൊല്ലത്തെ അവര് ശാശ്വതമാക്കിയിരുന്നെങ്കിൽ അഥവാ അവർ മരിക്കാതെ ആക്കിയിരുന്നെങ്കിൽ വാഹിദൻ ഒരുത്തനെ മിനന്നാസ് ജനങ്ങളിൽ നിന്ന് അബ്ഖാ മജിദുഹു അദ്ദഹ്റു മുത്തൈമ, എന്തായിരിക്കണമായിരുന്നു, ദഹ്ർ ബാക്കിയാക്കണമായിരുന്നു, ആരെ, മുത്തൈമിനെ ബാക്കിയാക്കണമായിരുന്നു എന്നാണ് ഇത് പറയുന്നത്. പക്ഷെ അവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ മജിദുഹു എന്ന് പറയുന്ന ഈ വാക്കിലെ ലൊമീർ ഉണ്ടല്ലോ, ഹു എന്ന് പറയുന്ന ലൊമീർ, ഈ ലൊമീർ നമ്മൾ നേരത്തെ പറഞ്ഞു മുമ്പ് കഴിഞ്ഞു പോയ ഈ ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിലേക്കായിരുന്നു ലൊമീർ ഇങ്ങോട്ടാണ് മടങ്ങേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ലൊമീർ അടങ്ങുന്നത് ഇങ്ങോട്ടല്ല, ഇതിലേക്കാണ് മടങ്ങുന്നത്, മുത്തീമിലേക്കാണ് മടങ്ങുന്നത്. കാരണം ഈ മുത്തീം എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, ഇതിലേക്കാണ് ശരിക്ക് ഈ പറയുന്ന ലൊമീർ മടങ്ങുന്നത്. അപ്പോൾ ഇതാവട്ടെ ശരിക്കും മഫൂൽ ബിഹിയാണ്, ലഫ്ദിലും റുത്തുബയിലും ഇത് ബാക്കിലാണ് വരുന്നത്. കാരണം ഇത് മഫൂലായിട്ട് വരുന്ന സംഗതിയാണ്. അബുഖ എന്ന് പറഞ്ഞതിൻ്റെ ബാക്കി മഫൂലായിട്ട് വരുന്ന സംഗതിയാണ് ഈ മുത്തീമ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും അത് ബാക്കോട്ട് മടങ്ങാൻ പാടില്ല. ശരിക്കും അറബിയിലെ ഗ്രാമാറ്റിക്കൽ റൂൾ പ്രകാരം ഒരിക്കലും അത് പിന്നിലോട്ട് മടങ്ങുന്ന സംഭവമില്ല. പിന്നെ മുമ്പ് കഴിഞ്ഞു പോയതിലേക്കാണ് ഇവർ മടങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ മടങ്ങി ഇത് ഈ ഗ്രാമാറ്റിക്കൽ റൂളിനെതിരായത് കൊണ്ട് ഈ കവിത നമ്മൾ സാഹിത്യ സപരമായിട്ടുള്ളതല്ല എന്നാണ് പറയാറുള്ളത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ നിബന്ധന. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി വിശദീകരിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ ഏത് സമയത്താകത്ര എഴുതിയാൽ മതി, എന്നിട്ട് എന്താ വലിയ ആയി പോകും. പിന്നെ അടുത്ത സംഗതി എന്താ പറയാൻ പോകുന്നത്, വാ യസ്ലമ തർക്കീബ മിൻ തനാഫുറിൽ കലിമാത്തി,
പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന തെർക്കീബ് ഉണ്ടല്ലോ, തെർക്കീബ് എന്ന് പറഞ്ഞാൽ ഓരോ വാക്കുകൾ കൂട്ടിച്ചേർത്ത് നമ്മൾ സെൻറ്റൻസിൽ ഉണ്ടാക്കുക, അതാണ് ഈ തെർക്കീബ് എന്ന്. അപ്പോൾ ഈ തെർക്കീബ് രക്ഷപ്പെട്ടതായിരിക്കണം തനാഫുറിൽ കെലിമാത്തി, എല്ലാം കൂടി വാക്കുകൾ കൂടിച്ചേരുമ്പോൾ ആ കെലിമാത്തുകൾ ഒരു എന്താണ് ഒരു വൃത്തികെട്ട സംഗതി ആവരുത്, ഒരു വെറുപ്പ് തോന്നിക്കുന്നതാവരുത്. ഉദാഹരണം പറഞ്ഞാൽ ഫലാ യകൂൻ ഇത്തിസാലു ബഅദിഹാ ബി ബഅദിൻ മിമ്മാ യുസബ്ബിഹു സിഖലുഹ അല സമഈൻ. ചിലപ്പോൾ എന്തുണ്ടാവും, ഈ ഒന്ന് ബാദിനോട് ചേരൽ ആകാൻ പാടില്ല, മിമ്മ ഒന്നിൽപ്പെട്ടതാവാൻ പാടില്ല, യുസബ്ബിബു സിഖലഹ അതിൻ്റെ ഭാരം കാരണമാക്കാൻ പാടില്ല, അല സമഈൻ്റെ മേൽ കേൾക്കുന്ന സമയത്ത് അതൊരു ഭാരമായി തോന്നാൻ പാടില്ല, ആ വാക്ക് ഉച്ചരിക്കുന്നിടത്തോ അല്ലെങ്കിൽ കേൾക്കുന്നിടത്തോ ഒന്നും. സുയൂബത്തി അദാഇഹാ ബിൽ ലിസാനി നാക്ക് കൊണ്ട് അത് ഉച്ചരിക്കുമ്പോൾ പ്രയാസകരമാകാനും പാടില്ല. കൗല ഷായിരി ഒരു കവി പാടിയ ഒരു പാട്ടാണ് ഇവിടെ, ഞാനതൊന്നും പാടാൻ തന്നെ കുറച്ച് റിസ്ക് ആയിരിക്കും. കാരണം ഈ പറഞ്ഞത് എന്താണ്, അതിൻ്റെ തെർക്കീബ് അഥവാ വാക്കുകൾ വെച്ച ഘടന അത് കട്ടിയുള്ള അക്ഷരങ്ങൾ അടുത്തടുത്തൊക്കെ വരുന്നത് കൊണ്ട് അത് ഉച്ചരിക്കാൻ ചെറിയൊരു പ്രയാസമുണ്ട്, നാവിനൊരു ചെറിയ പ്രയാസം ഉണ്ടാവും. അങ്ങനെയുള്ള വാക്കുകൾ സാഹിത്യത്തിന് യോജിച്ചതല്ല എന്നാണ് പറയുന്നത്. ഞാൻ ഇവിടെ നിന്ന് പാടി കേൾപ്പിക്കും, നിങ്ങൾ തന്നെ ഒന്ന് പാടി വയ്ക്കിയാൽ മതി, കുറച്ച് പ്രയാസമായിരിക്കും അത് പാടാൻ. മഖബറു ഹർബിൻ ബിമകാനിൻ ഖാഫിറുൻ വലൈസ ഖുർബ ഖബ്രി ഹർബിൻ ഖാബറു. പറയാൻ പ്രയാസം ഉണ്ടാവും, അത് ഞാനിങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പാടാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഖാഫ്, ബാ, ഫാ തുടങ്ങിയുള്ള അക്ഷരങ്ങളൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ വരുന്നതുകൊണ്ട് ഈ കെലിമാത്തുകൾ ചേർത്ത് വെച്ച രൂപം എന്നാണ് പറയുന്നത്. ഇത്തിസാലു ബഅദിഹാ ബി ബഅദ് എന്ന് പറഞ്ഞത്, ബഅദു ബഅദിനോട് ചേർത്ത് വെച്ച രൂപം തന്നെ, ആ തെർക്കീബ് തന്നെ ഒരു തനാഫുറുൽ കെലിമാത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണിത് ഈ വാക്ക് ഈ കവിത സാഹിത്യമല്ലാതെയായി പോകുന്നത് കേട്ടോ. മഖബറു ഹർബിൻ ബിമകാനിൻ ഖാഫിറു വലൈസ ഖുർബ ഖബ്രി ഹർബിൻ ഖാബറു എന്നാണ് പാടുക. നിങ്ങൾ പാടി വയ്ക്കാൻ മതി, അപ്പോൾ മനസ്സിലാവും, ചെറിയൊരു പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഏതായാലും അതാണ് രണ്ടാമത്തെ ഒരു നിയമം. പിന്നെ അടുത്ത നിയമമാണ് യസ്ലുമ തെർക്കീബു മിന തഅഖീദ് ലഫ്ദി. അടുത്ത ഒരു വാക്ക് സാഹിത്യമുള്ള വാക്കാവാൻ വേണ്ട നിബന്ധനയിൽപ്പെട്ട അടുത്ത സംഗതി തെർക്കീബ് എന്തായിരിക്കണം. അപ്പം പറഞ്ഞതുപോലെ തന്നെ തഅഖീദുൽ ലഫ്ദിയിൽ നിന്നും രക്ഷപ്പെട്ടതാവണം, അഥവാ ലഫ്ദി ആയിട്ടുള്ള കെട്ടിക്കുടുക്കുകൾ ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം. അതെന്താ, യകൂനൽ കലാമു ഖഫിയ്യ ദലാലത്തി അൽ മഅന. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്ന് മനസ്സിലാകാത്ത രൂപത്തിലുള്ള ഖഫിയായ അവ്യക്തമായ, ഖഫിയാണ് അവ്യക്തമായ അർത്ഥം, അവ്യക്തമായ ആശയം നൽകുന്ന വേർഡാവാൻ പാടില്ല. വ്യക്തമായിട്ട് ആളുകൾക്ക് ഈ വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണെന്ന് മനസ്സിലാവണം. അതാണ് പറഞ്ഞത്. അത് അലൽ മഅനൽ മുറാദി, മഅനൽ മുറാദിൻ്റെ മേൽ അറിയിക്കുന്നതിൻ്റെ മേൽ അവ്യക്തമാകുന്ന കലാമ് ആവുക. അങ്ങനെ ആകുമ്പോഴും ഇതെന്താണ്, സാഹിത്യമല്ലാതാവും. ഉദാഹരണം പറഞ്ഞാൽ ബി സൗബി തഖീറിൽ കലിമാത്തി, ചിലപ്പോൾ ചില വേർഡുകൾ അത് പിന്തിപ്പിക്കൽ കൊണ്ട്, ഓരോ വേർഡിനും ഓരോ സ്ഥാനം ഉണ്ടാവുമല്ലോ. സാധാരണ ഫായിൽ വന്നാൽ ഫീൽ വന്നാൽ പിന്നെ ഫായിൽ പിന്നെ മഫൂൽ, അതാണ് ഓർഡർ, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് അല്ല എന്നാണ് ഇംഗ്ലീഷിലുള്ളത്. എന്നപോലെ അറബിയിൽ എന്താണ്, അറബിയിൽ ഫീൽ ഫായിൽ മഫൂൽ ഇങ്ങനെ ഓർഡർ. ഈ ഓർഡർ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാളിയാൽ തന്നെ എന്താവും, എന്താ ഇതിൻ്റെ ഉദ്ദേശം ചിലപ്പോൾ മനസ്സിലാകാത്ത രൂപം വരും. ഔ തഖ്ദീമിഹാൻ മവാത്തുനിഹാൽ അസുലിയത്തി, അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ഓരോ വാക്കുകളും വരേണ്ട സ്ഥാനം ഉണ്ടാവും, ആ സ്ഥാനത്തിന് തൊട്ട് മുന്തി വന്നാലും ഈ പറഞ്ഞ അതേ പ്രശ്നം ഉണ്ടാവും, വ്യക്തതയില്ലാത്ത അവസ്ഥ ഉണ്ടാവും. അല്ലെങ്കിൽ ഔബിൽ ഫസ്ലി ബൈനൽ കെലിമാത്തിലെത്തി യജിബു അൻ തത്തജാവറ, അടുത്തടുത്ത് വരേണ്ട, തത്തജാവറിന് അടുത്തടുത്ത് വരേണ്ട കെലിമാത്തുകൾക്കിടയിൽ എന്ത് ചെയ്യുക, ചെറിയൊരു വേർപിരിവ് ഉണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. നേരത്തെ പറഞ്ഞല്ലോ, ഫീല് കഴിഞ്ഞാൽ പിന്നെ ഫായിൽ പിന്നെ മഫൂൽ അങ്ങനെ വരണ്ടേ. അപ്പോൾ ഫീലിൻ്റെയും ഫായിലിൻ്റെ ഇടയിൽ വേർതിരിവ് വരിക, അങ്ങനെ അതൊക്കെ എന്താ അടുത്തടുത്ത് വരേണ്ട വാക്കുകളാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തുണ്ടാവും, ഈ പറയുന്ന എന്താണ് കൊണ്ട് പറയുന്നത് വ്യക്തമാകാത്തൊരവസ്ഥ ഉണ്ടാവും. അതുപോലെ വയത്തസിലു ബാഗുഹാ ബി ബാലിൻ, ഒന്നും മറ്റൊന്നിനോട് ചേർന്ന് വരേണ്ട, അങ്ങനെ തന്നെ വരേണ്ട സംഗതികളുണ്ടാവും, അതിന് വേർപിരിച്ച് വരിക. അങ്ങനെയൊക്കെ വരുന്നിടത്ത് കാര്യങ്ങൾ ചിലപ്പോൾ വ്യക്തമാകാത്തൊരു പ്രശ്നം ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ മാ ഖറ ഇല്ലാ വാഹിദൻ മുഹമ്മദുൻ മഅ കിതാബൻ അഖിഹി, ഇവിടെ ആകെ പാളിപ്പോവും. ഞാൻ സാധാരണ പറയണം മഅ ജറിൻ്റെ അക്ഷരമാണ്, ഇവിടെ ജറല്ല നിസ്ബ കിട്ടിയത്. പിന്നെ മൊത്തത്തിൽ അർത്ഥം വെച്ച് നോക്കുമ്പോൾ ഒരു പിടുത്തം കിട്ടൂല. മാ ഖറ വായിച്ചിട്ടില്ല, ഇല്ല അല്ലാതെ, വാഹിദൻ ഒരാളെ അല്ലാതെ, മുഹമ്മദ് വായിച്ചിട്ടില്ല, മഅ കൂടെ, കിതാബൻ കിതാബിനെ, അഖിഹി സഹോദരൻ. എന്താ ഇപ്പോൾ പറഞ്ഞ് ഒന്നും ഒരു പിടുത്തം കിട്ടില്ല. അപ്പോൾ സംഭവം ഇതിൻ്റെ അസുൽ എന്താണെന്ന് വായിച്ചാൽ സംഗതി കൂടി കിട്ടും. ശരിക്കും ഇതിൻ്റെ അസുൽ എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതാണ്, എന്ത്, മാ ഖറ മുഹമ്മദ് വായിച്ചിട്ടില്ല, മാ അഖിഹി തൻ്റെ സഹോദരനോടൊപ്പം, ഇല്ലാ കിതാബൻ വാഹിദ ഒരൊറ്റ കിതാബല്ലാതെ. അതുകൊണ്ടിപ്പോൾ ഈ വാക്കാണ് ഇപ്പോൾ എന്തായാലും നേരെ തിരിച്ചു വന്നത്. ശരിക്കും ഇവിടെ നോക്കുമ്പോൾ ഈ ഖറ എന്ന് പറയുന്ന ഫീലിൻ്റെ മഫൂലാണ് ഏത്, കിതാബ് എന്നുള്ളത്.
അല്ലേ? അപ്പോൾ ഇവിടെ മാ ഖറ മുഹമ്മദ്, അതുപോലെ മുഹമ്മദും കഴിഞ്ഞ് നമ്മൾ ഈ സാധാരണ ഇസ്തിനായിൻ്റെ പദങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ വരേണ്ടതാണെന്ത് അതിൻ്റെ മുസ്തസന, ഇല്ല വരേണ്ടതിന് തൊട്ടടുത്ത് മുസ്തസന വരേണ്ടത്. പക്ഷെ ഇവിടെ മാ ഖറ എന്ന് വായിച്ചിട്ട് ഇവിടെയാണ് എന്താവുന്നത്, ഈ വാഹിദ് എന്ന് വരുന്നത് ഇവിടെയാണ്. ശരിക്കും ഇവിടെ അല്ല വരേണ്ടത്, എന്താണ് ഇല്ല കിതാബ് എന്നുള്ളിടത്തേക്കാണ് ശരി, കിതാബാണ് ഈ ഭാഗത്തേക്ക് വരേണ്ടത്, ആദ്യ ഭാഗത്ത് എന്ന് പറഞ്ഞപ്പോൾ കൂടി ആ മനസ്സിലാകാത്ത പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയില്ല. ഏതായാലും ശരിക്കും ഇതിൽ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചുകൊണ്ടാണ് ആകെ പാളിയതെന്ന് അർത്ഥം. മാ കറ കഴിഞ്ഞിട്ട് ശരിക്ക് ഫായില വരണ്ടേ, കാരണം കറ എന്ന് കഴിഞ്ഞാൽ ഫീൽ വന്നു, ഫീൽ എന്നതിന് ഫായിലല്ല വരണ്ടേ, ഫായിൽ ഇവിടെ വരുന്നത്. അപ്പോൾ ശരിക്കും ഇത് ഇവിടെ വരേണ്ടിയിരുന്നു. പിന്നെ ഇല്ലാ വായെന്നുള്ള ഇവിടെ അല്ല വരേണ്ടത്, ഇല്ലാ വായെന്ന് ഇല്ലൻ്റെ ശേഷം ഒരു കിതാബാണ് വരേണ്ടത്. അപ്പോൾ ഈ കിതാബ് ഇങ്ങോട്ട് വരേണ്ടിയിരുന്നു, എന്നിട്ട് ഇല്ലാ കിതാബിന് വായത് അങ്ങനെ വരേണ്ടിയിരുന്നു. പിന്നെ മാ എന്നതിൻ്റെ കൂടെ വരേണ്ടത് ഏതല്ല, പിന്നെ സഹോദരനോട് കൂടെ വായിച്ചിട്ടില്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ സഹോദരൻ എന്നുള്ള ഈ അഹി എന്നുള്ള ശരിക്കും ഇവിടെ വരണം, ഇവിടെ വരേണ്ടിയിരുന്നു. അങ്ങനെ ഓരോന്നും ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചപ്പോഴാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ ചോദിക്കാനുള്ള അവസരമുണ്ട് കേട്ടോ. ഇനി അടുത്തത് വായി യസ്ലമ തെർക്കീബ മിനത്തെ തീതി. അതുപോലെ ഈ നമ്മൾ വാക്കുകൾ കൂട്ടി യോജിപ്പിച്ച് ഉണ്ടാക്കുന്ന ഈ സെൻറ്റൻസ്, ഈ തെർക്കീബ് ഉണ്ടല്ലോ, അത് രക്ഷപ്പെട്ടതായിരിക്കണം. മിന താക്കീദിൽ മാനവി, അർത്ഥസംബന്ധിയായിട്ടുള്ള കെട്ടിക്കൊടുക്കലുണ്ടോ അതിന് രക്ഷപ്പെട്ടതായിരിക്കണം. അതെന്താണെന്ന് വെച്ചാൽ ഇസ്തിഖ്ദാമി ലഫ്ദുൽ ലിസാനി അല മാനൽ ജാസൂസി. നാവ്, ലിസാൻ എന്നുള്ളത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അർത്ഥം എന്ന് പറയുന്നത് നാവ് അല്ലെങ്കിൽ ഭാഷ എന്നൊക്കെയാണ്. പക്ഷെ അതിനെ ജാസൂസ് എന്ന് പറയുന്ന മാനക്ക് ഉപയോഗിക്കുക. ജാസൂസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പിന്നെ എന്താണ് സ്പൈ, നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ ചാരൻ, ചാരൻ എന്ന് പറയില്ല നമ്മൾ, അതിന് ഉപയോഗിക്കുക. അത് അറബിയിൽ ഉപയോഗിച്ച് നോക്കുമ്പോഴാണ് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അത് എത്ര മനസ്സിലാവുമെന്ന് അറിയില്ല. അറബികളുടെ ഇടയിൽ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാകുമ്പോൾ കാര്യം വ്യക്തമാകും. ഞാൻ ഉദാഹരണം സഹിതം പറയാം. ഈ ഭാഗത്ത് ഇത് പറയുന്ന ഭാഗത്ത് പുസ്തകത്തിൽ നോക്കിയാൽ ആ ഉദാഹരണം കാണാൻ പറ്റും. അതിൽ പറയുന്നുണ്ട് ഈ ലിസാൻ എന്ന് പറയുന്ന പദം സാധാരണ ഭാഷ എന്ന് പറയുന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇത് ഖുർആനിൽ കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി എന്ന് പറഞ്ഞ ഒരു ആയത്ത് കാണാം സൂറത്ത് ഇബ്രാഹിമിൽ. അതിൽ പറയുന്ന ആശയം ഇതാണ്: അല്ലാഹു സുബ്ഹാനഹു തആല ഒരൊറ്റ മുർസലീങ്ങളെയും ഒരൊറ്റ പ്രവാചകന്മാരെയും അയച്ചിട്ടില്ല ഇല്ലാ ബിലിസാനി ഖൗമിഹി, അവരുടെ കൗമിൻ്റെ ഭാഷ കൊണ്ടല്ലാതെ. എന്ന് വെച്ചാൽ അവർ പ്രബോധനം നടത്തുന്നത് ഏത് കൗമിനോടാണോ പ്രബോധനം നടത്തുന്നത് അവരുടെ ഭാഷ കൊണ്ടല്ലാതെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ അതിലുള്ളത്. ഇപ്പോൾ അവിടെ ലിസാൻ എന്ന് ഉപയോഗിച്ച ഭാഷ എന്ന് അർത്ഥം കൊടുത്ത് മനസ്സിലായല്ലോ. അപ്പോൾ നാത്തിഖംബി ലുഗത്തി കൗമിഹി എന്നാണ് അതിൻ്റെ വിശദീകരണം കൊടുത്തത്. അഥവാ അവരുടെ ജനവിഭാഗത്തിൻ്റെ ഭാഷ കൊണ്ട് സംസാരിക്കുന്നവരായിട്ടല്ലാതെ ഒരു ദൂതനെയും അല്ലാഹു തആല അയച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ലിസാൻ എന്ന പദത്തിന് ഭാഷ എന്ന് പറയുന്ന അർത്ഥം കൊടുത്തത് സാഹിത്യ സമ്പുഷ്ടിയായിട്ടുള്ള പ്രയോഗം തന്നെയാണ്. കാരണം ഖുർആനിൽ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരാൾ ഈ ലിസാൻ എന്ന് പറയുന്ന ആ വാക്കിന് അറബിയിൽ തന്നെ മറ്റൊരർത്ഥം വരാറുണ്ട്. അത് ചാരൻ എന്നുള്ളതാണ്. അത് എവിടെയുള്ളത്? സാധാരണ അറബികൾ പറയാറുണ്ട് ബസ്സൽ ഹാക്കിമു അൽസിനത്തോ ഫിൽ മദീന. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, പിന്നെ ബസ്സൽ ഹാക്കിമു അൽസിനത്തോ ഫിൽ മദീന, അവിടെ ജാസൂസ് എന്ന് വരാറുണ്ടല്ലോ. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു എന്ത് അല്ല, സാധാരണ അറബികൾ പറയുന്നതല്ല, ഒരാൾ എന്ത് ചെയ്തു ഈ പിന്നെ ലിസാന് എന്നുള്ളതിന് ജാസൂസ് എന്ന് പറയുന്ന അർത്ഥം കൊടുത്ത്. ജാസൂസ് പറഞ്ഞാൽ ചാരൻ. എന്നിട്ട് അയാൾ പറഞ്ഞു, അയാൾ ഒരു അറബി വാക്ക് അയാൾ ഉണ്ടാക്കി. എന്നിട്ട് അയാൾ പറഞ്ഞു എന്ത് ബസ്സൽ ഹാക്കിമു അൽസിനത്തോ ഫിൽ മദീനത്തി. അയാൾ ഈ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? ബസ്സന അയക്കുക എന്നർത്ഥം. ഇപ്പോൾ നേരത്തെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ അർസല എന്ന് ഉപയോഗിച്ച പോലെ തന്നെ ബസ്സൽ ഹാക്കിമു ന്യായാധിപൻ അയച്ചു അൽസിനത്തഹു തൻ്റെ ചാരന്മാരെ ഫിൽ മദീനത്തി പട്ടണത്തിൽ എന്നൊരാൾ പറഞ്ഞാൽ ആ പ്രയോഗം തെറ്റാണ്, അല്ലെങ്കിൽ സാഹിത്യ സമ്പുഷ്ടിയുള്ളതല്ല. അർത്ഥം മനസ്സിലാക്കാൻ ആളുകൾ ഇടങ്ങേറാവും. കാരണം ലിസാന് എന്നുള്ളതിന് ശരിയാണ്, ചിലപ്പോൾ എന്താ ചെയ്യുക, ആരും പ്രയോഗിക്കാത്ത, കൂടുതൽ ആരും ഉപയോഗിച്ച് കണ്ടിട്ടില്ലാത്തൊരു പ്രയോഗമാണ് ചാരം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആരും ഉപയോഗിക്കാത്ത ഒരു അർത്ഥം അയാൾ സ്വയം കൽപ്പിക്കുകയും എന്നിട്ട് ആ രൂപത്തിൽ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്താൽ ഈ സെൻറ്റൻസ് കൊണ്ട് എന്താണ് നീ ഉദ്ദേശിച്ചത് എന്നുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല എന്നാണ് പറഞ്ഞതിന് സാരം. അപ്പോൾ അതാണ് ഇവിടെ എന്ത് പറഞ്ഞത്, കസ്തിഖ്ദാമി ലഫ്ദുൽ ലിസാനി, ലിസാൻ എന്ന് പറയുന്ന പദം ഉപയോഗിക്കും പോലെ അല മഅന അൽ ജാസൂസി, ജാസൂസ് എന്ന് മാന. കാരണം അറബികൾ സാധാരണ ലിസാൻ എന്ന് പറയുന്ന പദം ഭാഷ എന്ന് പറയുന്ന അർത്ഥത്തിനല്ലാതെ ഈ ചാരൻ എന്ന് പറയുന്ന അർത്ഥത്തിനൊന്നും ഉപയോഗിക്കാറില്ല. ഒരാൾ അങ്ങനെ രൂപകൽപ്പന നടത്തിയിട്ട് അയാൾ തന്നെ സ്വയം ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്താൽ ആ സെൻറ്റൻസ് എന്തായിരിക്കും, സാഹിത്യമുള്ളത് ആവൂല. ഇതാണ് ഇപ്പോൾ അതിൽ പറഞ്ഞത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യനാണ് അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്.
എസ് എ ക്വസ്റ്റ്യൻസ് 2023 ഈ ചോദ്യം ചോദിച്ചത് കേട്ടോ. അൽ കലാമുൽ ഫസീഹു വ ഷുറൂത്തുഹു. അപ്പോൾ ചോദ്യത്തിൽ തന്നെ കാണാം, നമ്മളതിനെ രണ്ട് സ്പ്ലിറ്റ് ആക്കി നോക്കിയാൽ ആദ്യം കലാമുൽ ഫസീഹ് എന്താണെന്ന് എഴുതണം. ഇപ്പോൾ നമ്മൾ നേരത്തെ 5 മാർക്കിൻ്റെ പാരഗ്രാഫ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അതാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്. പിന്നെ ഇപ്പം നമ്മൾ നേരത്തെ തൊട്ട് മുകളിൽ ചർച്ച ചെയ്ത ഈ കലാമു ഫസീഹാകാൻ വേണ്ട നിബന്ധനകൾ, അപ്പോൾ അതൊരു 5 മാർക്കിനും. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയിട്ടാണ് ഇവിടെ എസ് എ ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, നേരത്തെ മുകളിൽ പറഞ്ഞ അതേ മാറ്റർ തന്നെയാണ് താഴെ ഒന്നുകൂടി ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിനി അർത്ഥം പറയേണ്ടതില്ല, നമ്മളത് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വായിച്ചു പോകാമെന്ന് മാത്രം. കാരണം പിന്നെ നമ്മൾ പരീക്ഷ വരുന്ന സമയത്ത് കുട്ടികൾ എന്താവും, ഇതിൻ്റെ PDF ഓരോന്നും വേറെ വേറെ തന്നെ അവർക്ക് ആവശ്യമാകുന്ന അവസ്ഥ ഉണ്ടാവും. കാരണം പാരഗ്രാഫ് എഴുതുമ്പോൾ ആ രൂപത്തിൽ നമ്മൾ പിന്നെ വാക്കുകളൊന്ന് ഷോർട്ടായി കൊടുക്കണം. എസ് ആകുമ്പോൾ ഒന്ന് വിശദീകരിച്ച് എലോബറേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ സെൻറ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ മാറ്റി കുറച്ച് ഉദാഹരണങ്ങൾ ചിലപ്പോൾ വെച്ചെടുക്കേണ്ടി വരും, ചിലപ്പോൾ ഉദാഹരണം ഒന്ന് ഷോർട്ടാക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതെല്ലാം കൂടി ചെയ്തിട്ടുള്ള PDF ആണ് ഇതിലുള്ളത്. നിങ്ങൾ നേരെ PDF ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, ഈ പറയുന്ന ക്ലാസ്സുകൾക്ക് അത്രേ ചെയ്യേണ്ടതുള്ളൂ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാനെന്ത് ചെയ്യുക, ഈ എസ് എ ക്വസ്റ്റ്യനെ കൂടി ഒന്ന് വായിക്കാം, ഒന്ന് വായിച്ചു തരാം. അപ്പോൾ ഇതിൽ പറയുന്നത് നോക്കൂ. പിന്നെ ആദ്യം നമ്മൾ ഈ പറയുന്ന ഫസാത്ത് എന്താണ് എന്ന് പറയുന്ന അതിൻ്റെ ഭാഷാർത്ഥം കൂടെ വിശദീകരിക്കുന്നു. നേരത്തെ ചർച്ച ചെയ്ത് തന്നെയാണ്, അപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ ഫസിയായ കലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ താരീഫ് എന്താണെന്ന് ഇസ്തിലാഹിൽ അതോടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കലാം വലിയ ആവാൻ നിർബന്ധമായ കാര്യങ്ങളിൽപ്പെട്ട ഒരു നിബന്ധന നേരത്തെ ആ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്ത അതേ വിഷയം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ എപ്പോഴാണ് അത്, പിന്നെ അതിൻ്റെ അവലംബം എന്താണ്, എപ്പോഴാണ് ഒരു സംഗതി സാഹിത്യമാണോ അല്ലേ എന്നൊക്കെ നോക്കാനുള്ള പ്രധാന അവലംബം എന്താണെന്ന് പറഞ്ഞില്ലേ, അതൊരു പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു അഭിരുചി ഉണ്ടാവലാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെയാണ് അവിടെ പറയുന്നത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഷുറൂത്തുകളാണ്, ഫസാദു തർക്കീബിന് വേണ്ട ഷുറൂത്തുകൾ. അത് നേരത്തെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. പക്ഷേ ഇതിൽ എന്തുണ്ടാവും, നേരത്തെ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി ചെറിയൊരു വിശദീകരണം അധികം ഉണ്ടാവുന്നേ ഉള്ളൂ. ഹസ്സാൻ സാബിദ് റളിയല്ലാഹുവിൻ്റെ കവിതയൊക്കെ പറഞ്ഞു കൊടുത്ത് ഇവിടെ ഈ വിശദീകരണമൊന്നും നേരത്തെ പാരഗ്രാഫ് നോക്കി കൊടുത്തുണ്ടാവില്ല. കാരണം അവിടെ ഷോർട്ടാക്കി എഴുതാനാണ്, എസ് ആകുമ്പോൾ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് എഴുതാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ചുകൂടി വിശദീകരണം അധികം ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഇതാ ഫൈന ലൊമീറ മജിദുഹു എന്ന് പറഞ്ഞിടത്തുള്ള ലൊമീർ മടങ്ങുന്നത് മുത്തീം എന്ന് പറയുന്ന മുത്തീം പിന്നെ അദിയിലേക്കാണ്. പക്ഷെ മുത്തീം ഇവിടെ വരുന്നത് ഇവിടെയാണ്, ലാസ്റ്റാണ്. മജിദുഹു എന്ന് പറയുന്ന വാക്ക് ഇവിടെ വരുന്നത്, ലൊമീർ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ലൊമീർ എപ്പോഴും മുമ്പ് കഴിഞ്ഞതിലേക്കല്ലേ പോകേണ്ടത്, പക്ഷേ ഇവിടെ അങ്ങനെ പോകുന്നില്ല. പകരം ഈ ലൊമീർ മടങ്ങുന്നത് ശേഷം പറയാൻ പോകുന്നതിലേക്കാണ്. അത് സാധാരണ അറബി ഗ്രാമാറ്റിക്കൽ റൂൾ പ്രകാരം തെറ്റാണെന്നോ അല്ലെങ്കിൽ എന്താണ് വരാൻ പാടുള്ളതല്ല, വളരെ അപൂർവമായിട്ടൊക്കെ ഉപയോഗിച്ച് കാണുന്നുള്ളൂ. അങ്ങനെ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ പറയുന്ന ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹുവിൻ്റെ കവിത. അതുകൊണ്ട് ഈ കവിത സാഹിത്യമുള്ളതാണെന്ന് പറയാൻ പറ്റൂല, അതാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. ഫഫിർ റുത്തുബത്തി ഔവ മുത്താഖിറുൻ ഫിൽ ലഫ്ദി കമാ തറ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ ലഫ്ദിൽ മുത്തീം എന്ന് പറയുന്നത് പിന്നിലെ വന്നിട്ടുള്ളത്. അത് മാത്രമല്ല റുത്തുബയിലും അങ്ങനെ തന്നെയാണ്. റുത്തുബ എന്ന് പറഞ്ഞാൽ ഈ ഓരോ സ്ഥാനമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫീല് ഫായില് മഫൂൽ, അതിന് കുറേ സ്ഥാനമുണ്ട്. അപ്പോൾ മഫൂൽ വരേണ്ടത് എപ്പോഴും ഈ പറയുന്ന ഫായില് കഴിഞ്ഞതിൻ്റെ ശേഷമാണ്, ശരിക്ക് ഫീലും ഫായിലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മഫൂൽ വരേണ്ടത്. അപ്പോൾ മഫൂൽ ഇവിടെ സംഭവം എന്താണ്, മഫൂൽ ബിഹി ആയിട്ടുള്ള വാക്കാണ് ഇപ്പോൾ ഈ മുത്തീം എന്ന് പറയുന്നത്. മുത്തീം എന്നതിന് ശേഷമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ നിലക്കും ശേഷം വരുന്ന ഒന്നിലേക്കാണ്, ലഫ്ദിലും റുത്തുബയിലും ശേഷമുള്ള ഒന്നിലേക്കാണ് മജ്ദുഹു എന്ന് പറയുന്നതിന് ലൊമീർ എന്താവുന്നത് മടങ്ങുന്നത്. അപ്പോൾ ഈ ബൈത്ത് എന്നല്ല, ഫസ്വീഹ് അല്ല, സാഹിത്യ സമ്പുഷ്ടിയുള്ള കവിത അല്ല എന്ന് പറയേണ്ടി വരും. ഓക്കെ. അപ്പോൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ തനാഫുറുൽ കലിമാത്ത് എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞാൽ അവിടെ ജസ്റ്റ് ഒന്ന് ഇതിൽ ആവർത്തിച്ചിട്ടേ ഉള്ളൂ. ആ കവിതയെ അവിടെ എന്താക്കിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. പിന്നെ താഖീദുൽ ലഫ്ദി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വിശദീകരണങ്ങളുണ്ട്. താഖീദുൽ ലഫ്ദി ഇവിടെ പറയുന്നിടത്ത് ഇവിടെയും അങ്ങനെ തന്നെ എന്തുണ്ട്, വിശദീകരണം കൊടുത്തിട്ടുണ്ട്. കാരണം പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് ഇതെല്ലാം വിശദീകരിച്ച് എഴുതിയില്ലെങ്കിൽ തന്നെ ഒരുപാട് എഴുതാനുണ്ടാവും. അപ്പോൾ ഷോർട്ടാക്കിയിട്ടാണ് ഉണ്ടാവുക. എസ്സേയിൽ അതും കൂടി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി ആ വിഷയം കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത എസ് എ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്തത് ഷോർട്ട് ക്വസ്റ്റ്യനായിട്ട് ഈ ബാക്കിയുള്ള ഈ ഭാഗത്ത് നിന്ന് വരുന്ന ഷോർട്ട് ക്വസ്റ്റ്യനായി വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് ബലാഗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബലാഗയും ഫസാഹയും തമ്മിൽ രണ്ടും ഒന്നാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഫസാഹത്ത് ഒന്നുകൂടി ആമാണ് ബലാഗയേക്കാൾ. എന്ന് വെച്ചാൽ എല്ലാ ബലീഗായ സാഹിത്യമുള്ള വാക്കുകളും എന്തായിരിക്കും, കുല്ലു കലാമൻ ബലീഗൻ യജിബു അയ്യക്കൂന ഫസിഹൻ ബിൽ ദറൂറ. നമുക്ക് എങ്ങനെ പറയാം, എല്ലാ ബലീഗായതും ഫസീഹാവൽ നിർബന്ധമാണെന്ന് പറയാൻ പറ്റും. പക്ഷേ എല്ലാ ഫസീഹായ കലാമും ബലീഗായിക്കൊള്ളുന്നില്ല. അതെന്താന്ന് ബലാഗത്ത് എന്താ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. കാരണം ഞാൻ ഷോർട്ടാക്കി ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാവേണ്ട ഒരു വിഷയം പറയാം. ഈ ബലാഗി ആവണമെങ്കിൽ എന്തുവാണെന്ന് അറിയാം, ബലാഗി ആവണമെങ്കിൽ ശരിക്കും ഓരോ സന്ദർഭത്തോട് യോജിച്ചുകൊണ്ട് വരണം നിബന്ധന ഉണ്ട്. മറ്റേ ഫസാഹത്ത് എന്ന് പറഞ്ഞാൽ സാഹിത്യം ഉള്ളതാവാം, സാഹിത്യത്തിന് എന്തൊക്കെയാണ് വേണ്ടത് നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.
അപ്പോൾ ഈ സാഹിത്യമുള്ള വാക്കുകൾ തന്നെ സന്ദർഭത്തോട് യോജിച്ച് വന്നില്ല എങ്കിൽ അപ്പോൾ അത് ഈ പറയുന്ന ബലീഗാവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞത്, ഫസാഹത്ത് എന്താണ്, ആമാണ് ബലാഗയേക്കാൾ. കാരണം എല്ലാ ബലീഗായ കലാം ഫസിയായിരിക്കും, പക്ഷേ എല്ലാ ഫസിയായ കലാം ബലീഗായി കൊള്ളുന്നില്ല. ബലീഗാവണമെങ്കിൽ എന്താവണം, സന്ദർഭത്തോടു കൂടി യോജിച്ച് ഉള്ളത് കൂടി ആവണം. ഞാനൊരു ഉദാഹരണം പറയാം. നല്ല സാഹിത്യം അറിയുന്ന ഒരാൾ, അയാൾ നല്ല സാഹിത്യം അല്ലെങ്കിൽ നല്ല കവിത അറിയുന്ന ഒരാൾ, അയാൾ കവിത ഇങ്ങനെ പാടുന്ന എവിടെ വെച്ചിട്ടാണ്, ഒരു മരിച്ച വീട്ടില്ല, സന്ദർഭത്തോട് ഒട്ടും യോജിച്ചില്ല. അല്ലെങ്കിൽ നല്ല സാഹിത്യം, കടിച്ചാൽ പൊട്ടാത്ത സാഹിത്യമാണ് അയാൾ പറയുന്നത്. സാഹിത്യമൊക്കെ റെഡിയാണ്, നല്ല ഫസാഹത്തൊക്കെ ഉണ്ട്, പക്ഷെ അത് പറയുന്ന ആരോടാണ്, താഴെ കിൻഡർ ഗാർഡനിലൊക്കെ പഠിക്കുന്ന ചെറിയ KG കുട്ടികളോടാണ്. എങ്ങനെ ഉണ്ടാവും, അവിടെ സന്ദർഭത്തോട് യോജിക്കുന്നില്ല. അപ്പോൾ അത് എന്തല്ല, ഫസിയാണെങ്കിൽ പോലും ബലീഗല്ല, അതാണ് മാറ്റം. അപ്പോൾ അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്താണ് ബലാഗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ചർച്ച ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഫസാഹത്തും ബലാഗത്തും ചെറിയൊരു മാറ്റമുണ്ട്. പ്രത്യക്ഷത്തിൽ തോന്നുമ്പോൾ അതൊരുപോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം, അതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത്. ഈ തൈദിയത്തുൽ മഅനൽ ജലീലി വാദിഹൻ ബി ഇബാറത്തിൻ സ്വഹീഹത്തിൻ ഫസിഹത്തിൻ. ഇവിടെ പറയുന്നുണ്ട്, ഒരു മഅന എന്ത് ചെയ്യുക, ഒരു മഅനൽ ജലീലി, ഒരു നല്ല ഒരു മഅന ഉണ്ടാക്കലാണ്, നൽകലാണ്. വാദിഹൻ വ്യക്തമായൊരു മഅന നൽകുന്നതാവലാണ്. ബി ഇബാറത്തിൻ സ്വഹീഹത്തിൻ ഫസിഹത്തിൻ, അതന്നെ നല്ല സ്വഹിയായ ശരിയായ നിയമാനുസൃതമായിട്ടുള്ള സാഹിത്യസമ്പുഷ്ടമായ ഇബാറത്ത് കൊണ്ട് ഒരു ആശയത്തെ പ്രതിഫലിപ്പിക്കലാണ്, അല്ലെങ്കിൽ ആശയത്തെ നൽകുന്നതിനാണ് ബലാഗത്ത് എന്ന് പറയുക. ലഹാഫിൻ നഫ്സി അസറുൻ ഖല്ലാബുൻ, അത് തന്നെ എന്താവും, നമ്മുടെ നഫ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടാവും, ഒരു അട്രാക്റ്റീവായ ഒരു പ്രതിഫലനം ഉണ്ടാക്കും. ചില സാഹിത്യങ്ങൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, ആ വാക്കുകൾ കേട്ടാൽ നമ്മളെ മനസ്സിൽ വലിയ സ്വാധീനം ഉണ്ടാക്കും. മഅ മുലായിമത്തിൻ കുല്ല കലാമിൻ ലിൽ മൗത്തിനീൻ, അതോടൊപ്പം മഅ മുലായിമത്തി കുല്ലു കലാമിൻ, ഓരോ കലാമും യോജിക്കലോടുകൂടെ ലിൽ മൗത്തിനി, സന്ദർഭത്തോട്. ഈ അല്ലദീ യുഖാലു ഫീഹി വൽ അഷ്ഖാസു അല്ലദീ യുഖാതബൂനഹു എന്ന് വെച്ചാൽ എങ്ങനത്തെ മുവാത്തനാണ്, ഹി അല്ലത്തി യുഖാലു ഫീഹി, ആ ഒരു സന്ദർഭത്തിലാണ് എന്താവുന്നത്, ഈ കലാം ഉണ്ടാവുന്നത്. അങ്ങനത്തെ ഒരു മൗത്തിനുണ്ടാവും. ഓരോ സന്ദർഭം, നേരത്തെ മരിച്ച വീട് അറിയില്ല, അതുപോലെ ഈ പറയപ്പെടുന്ന ഈ കലാം പറയപ്പെടുന്ന ഒരു സ്ഥലം ഉണ്ടാവും, ആ സ്ഥലത്തോട് യോജിക്കുന്നതായിരിക്കണം. പിന്നെ അതുകൊണ്ട് വൽ അഷ്ഖാസു അല്ലദീന യുഖാതബൂന, ആരോടാണോ സംസാരിക്കുന്നത് അവരോടും യോജിക്കുന്നതാവണം. അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയും പോയിന്റുകളൊക്കെയാണ് കാര്യമായിട്ടും ഈ ബലാഗ ഫസാഹയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. ഫസാഹയിൽ നേരെ സാഹിത്യമുള്ളതായ മതി, പക്ഷേ ബലാഗയിൽ സാഹിത്യമുള്ളതായാൽ പോരാ, സാഹിത്യം പ്ലസ് എന്തുകൂടി ആവണം, സന്ദർഭത്തോട് യോജിക്കുന്നതാവണം, നമ്മൾ ആരോടാണോ അഭിസംബോധന ചെയ്യുന്നത് അവരോട് യോജിക്കുന്ന കൂടിയൊക്കെ ആവണം. അങ്ങനെ ആകുമ്പോഴേ എന്താവുള്ളൂ, ഈ ബലാഗയാവുള്ളൂ. ബലാഗയുടെ താരീഫ് ഈ പറയുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്, മൽ ഫർഖു ബൈന റസ്സാമി വൽ ബലീഗ്. പിന്നെ ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻ സാധ്യതയുള്ളതാണ്, നേരത്തെ വന്നതൊന്നല്ല, അവിടെ ഒരു വിശദീകരണം പറയുന്നുണ്ട്. ഈ ബലീഗും റസ്സാമും ഏതാണ്ട് ഒരുപോലെയാണ്. ബലീഗ് എന്ന് പറഞ്ഞാൽ സാഹിത്യം ഒക്കെ ഉള്ള സന്ദർഭത്തോടൊക്കെ യോജിച്ച് പറയുന്നയാൾ. റസ്സാം പറഞ്ഞാൽ ചിത്രകാരൻ്റെയും അവൻ്റെ ഇടയിൽ ചെറിയൊരു വ്യത്യാസം പറയുന്നത്, ഏതാണ്ടൊക്കെ സെയിം ആണെന്ന് പറയുന്നുണ്ട്. ആ വ്യത്യാസം എന്താണെന്നാണ് അവിടെ ചോദിക്കുന്നത്. മൽ ഫർഖു ബൈന റസ്സാമി വൽ ബലീഗ്. അൽ ബലീഗു യതനാവലുൽ മസ്മൂഅ മിനൽ കലാമി. ബലീഗ് സാഹിത്യകാരൻ, അയാൾ എന്താണ്, സംസാരത്തിൽ നിന്ന് ആളുകളുടെ കേൾവിയാണ് കൈകാര്യം ചെയ്യുന്നത്. മസ്മൂഇനെയാണ്, അഥവാ ആളുകൾക്ക് കേൾക്കാൻ ഇമ്പമുള്ളതിനെ വളരെ രസകരമായ രൂപത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് സാഹിത്യകാരൻ നോക്കുക. പക്ഷേ റസ്സാമു, ചിത്രകാരൻ, യുഷാക്കിലു ബൈനൽ മർഇ, അയാൾ കാണപ്പെടുന്ന സംഗതികൾക്കിടയിലാണ് അയാൾ ചിത്രപ്പണികൾ നടത്തുന്നത്. മിനൽ അൽവാനി വൽ അഷ്കാലി, കാഴ്ചയിൽ ഒരു മനുഷ്യൻ്റെ കാഴ്ചയെ എത്രമാത്രം എന്ത് ചെയ്യുക, അട്രാക്ട് ചെയ്യാം, അതിന് വ്യത്യസ്ത ഏത് നിറമായിരിക്കും അതിനോട് സ്യൂട്ടബിൾ ആവുക, അല്ലെങ്കിൽ ഏത് രൂപമാണ് അതിനോട് സ്യൂട്ടബിൾ ആവുക എന്നുള്ളതാണ് ആര് നോക്കുക, ചിത്രകാരൻ നോക്കുക. പക്ഷേ ബലിയായ ആൾ നോക്കലെപ്പോൾ എന്തായിരിക്കും, ആളുകളുടെ കേൾക്കാനുള്ള അഭിരുചി, അതിനെ എങ്ങനെ എത്രമാത്രം എന്ത് ചെയ്യാൻ പറ്റും, ആകർഷിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റേ ആൾ നോക്കുക. അതാണ് മാറ്റം പറയുന്നത്. പിന്നെ അവിടെ ചെറിയൊരു വിശദീകരണമൊക്കെ ടെക്സ്റ്റിലുണ്ട്, അതൊക്കെ നമ്മളെല്ലാം കൂടിയും ഇവിടെ പറയേണ്ടതില്ല എന്നൊക്കെ തോന്നിയതുകൊണ്ടാണ് ആ ഭാഗം ഞാൻ എന്തായത് കട്ട് ചെയ്ത് കളഞ്ഞത്. ഓക്കെ, ഇനി അവസാനം ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. മാഹിയ അനാസുറുൽ ബലാഗത്തി, 2023 ഷോർട്ട് ക്വസ്റ്റ്യനായി വന്നിട്ടുള്ള ചോദ്യമാണത്. അപ്പോൾ അതിൽ പറയുന്നത് കാണാൻ, അനാസുറുൽ ബലാഗത്തി ലഫ്ലുൻ വമഅനൻ വതഅലീഫുൻ ലിൽ അൽഫാദി വദിഖത്തുൻ ഫി ഇഖ്തിയാറിൽ കലിമാത്തി. അതായത് ഒരു ബലാഗിയായ ഒരു എന്താ പറയേണ്ട ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സംസാരമൊക്കെ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട എലമെൻസുകൾ, അതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒന്നതാണ് ലഫ്ലുൻ വമാനൻ. ലഫ്ലുൻ മാനൻ എന്തായാലും വേണമല്ലോ, കാരണം സെൻറ്റൻസ് ആകുമ്പോൾ അതിൽ എന്ത് വേണം, കുറേ ലഫ്ലുകളും അതിൻ്റെ നല്ല ആശയവും വേണം. അതോടൊപ്പം തെലീഫുൻ, നല്ലൊരു തെലീഫും വേണം, അതൊന്നും പറയേണ്ടതില്ല.
അതൊക്കെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. തേലീഫ് പറഞ്ഞാൽ ആ വാക്കുകളുടെ കോർവ അതിങ്ങനെ ഘടിപ്പിച്ച് വെക്കുന്ന ശൈലിയൊക്കെ എന്തായിരിക്കും, നല്ല ശൈലിയായിരിക്കണം. അതോടൊപ്പം അതോടൊപ്പം ഇനി എക്സ്ട്രാ നമ്മൾ പറയുന്ന പോയിന്റുകൾ എന്താണെന്ന് വെച്ചാൽ, പിന്നെ കെലിമാത്തുകൾ സെലക്ട് ചെയ്യുന്നതിലെ കൃത്യത വേണം, അക്യൂറസി. ചിലപ്പോൾ എന്ത് വേണം, ചിലപ്പോൾ ഓരോ സന്ദർഭത്തോടും യോജിക്കുന്ന വേർഡുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ല സാഹിത്യകാരന്മാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സാഹിത്യ വിരുന്നിലാണ് അയാൾ സംസാരിക്കുന്നത്. എന്നാൽ അവിടെ ഏറ്റവും നല്ല സാഹിത്യ സമ്പുഷ്ടിയുള്ള ആ സദസ്സിനോട് ഏറ്റവും യോജിക്കുന്ന വേർഡുകളായിരിക്കും അയാൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളതും കൂടിയും ഈ പറയുന്ന ബലാഗയുടെ ഒരു എലമെൻ്റായി പറയാൻ പറ്റും. അതുപോലെ അസാലീബി അല ഹസ്ബി മൗത്തുനിൽ കലാമി, സന്ദർഭത്തോട് യോജിച്ച് വരുന്ന ശൈലികളും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നർത്ഥം. നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ പിന്നെ പാട്ടുകളാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ എന്താണ് കവിതകളാണെങ്കിൽ തന്നെ, അതൊക്കെ ഓരോ സന്ദർഭത്തോട് യോജിച്ചതായിരിക്കണം. ഇപ്പോൾ നല്ല ഒരു പിന്നെ കലാമേളയിൽ പാടുന്ന പോലെയല്ല ഒരു മരിച്ച വീട്ടിൽ അഥവാ പാടേണ്ടി വന്നാൽ പാടുക. അതുപോലെ ഒരു വിവാഹ വീട്ടിൽ പാടുന്ന ശൈലി മാറ്റമുണ്ട്. അതോടൊപ്പം ഒരു പിന്നെ എന്താണ് മറ്റെന്തെങ്കിലും ഒരു ഫീൽഡിൽ പാടുന്ന മാറ്റം ഉണ്ടാവും, ഓരോ ശൈലികൾ മാറ്റം ഉണ്ടാവും. പാടുന്ന മാത്രമല്ല ഞാൻ പറഞ്ഞു, ഇതേപോലെ സംസാരത്തിൻ്റെ വിഷയത്തിലും ഇങ്ങനെ ഉണ്ടാവും എന്നർത്ഥം. വാക്കുകളൊക്കെ അവിടെ പിന്നെ അവിടുത്തെ പ്രയോഗങ്ങളൊക്കെ സന്ദർഭത്തോട് യോജിക്കുന്നതായിരിക്കണം. അതുപോലെ വഹാലു സാമീന, അതേപോലെ മറ്റൊരു ഘടകമാണ് എന്ത്, ബലാഗയുടെ കേൾക്കുന്ന ആളുകളുടെ അവസ്ഥ അതുമാണ് തിരിച്ചറിയുക. അത് ഈ പറഞ്ഞതുപോലെ തന്നെ ഹാലു സാമീങ്ങളുടെ അവസ്ഥ പല കോലത്തിലായിരിക്കും. കേൾക്കുന്ന ശ്രോതാക്കൾ ചിലപ്പോൾ എന്തായിരിക്കും, ഇയാളെ പിന്നെ എന്തോ കാര്യപ്പെട്ട വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട സംഗതികൾക്കിടയിൽ ഇയാളിങ്ങനെ വേണ്ടാത്ത കുറേ ആർക്കും തിരിയാത്ത കുറേ സാഹിത്യങ്ങൾ എങ്ങനെ അടിച്ചു വിടുകയാണെങ്കിൽ ആൾക്ക് വെറുപ്പ് വന്നു പോകും. അപ്പോൾ അതുണ്ടാകാനും പാടില്ല. അതൊക്കെ സന്ദർഭങ്ങൾ ആ ശ്രോതാക്കളുടെ അവസ്ഥകൾ കൂടി തിരിച്ചറിയാൻ പറ്റുന്ന സംഗതിയും കൂടി ആയിരിക്കും. അതും ബലാഗിയായ ഒരു എലമെൻ്റാണ്. മറ്റൊന്നാണ് വൻ നസ്ഗത്തു അൻ നഫ്സിയത്തു. നസ്ഗത്ത് എന്നാണ് കേട്ടോ, വൈനാണ്, സോറി അയിനാണ്. വൻ നസാഅത്തു നഫ്സിയ, ഓക്കെ അതിന് തന്നെയാണ് വൻ നസാഅത്തു നഫ്സിയത്തി. അതുപോലെ നമ്മുടെ ഒരു മാനസിക പ്രവണത എന്ന് പറയും, ടെൻഡൻസി, അതും എന്തായിരിക്കണം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അല്ലത്തി തെന്തലിക്കും അവർ കൈപ്പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സ്വായത്തമാക്കിയിട്ടുള്ള ഒരു മാനസികമായ ഒരു പ്രവണതയുണ്ട്. അതും എന്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ സംഗതിയും കൂടി ഉണ്ടെങ്കിൽ ഈ ബലാഗിയായ കലാമുകൾ നമുക്ക് ഉണ്ടാക്കാനാവുള്ളൂ. കാരണം ചിലപ്പോൾ എത്ര നല്ല വാക്കുകളായിരിക്കും, പക്ഷെ അതെന്തായിരിക്കും, മറ്റുള്ളവരിൽ വളരെ മോശമായിട്ടായിരിക്കും ചിലപ്പോൾ അത് ഉണ്ടാവുക. അതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിടത്ത് അതും കൂടി ഫറുബ കലിമത്തിൻ ഹസുനത്ത് ഫി മൗത്തിൻ സുമ്മ കാനത്ത് നാബിയത്തൻ മുസ്തഖിരിയത്തൻ ഫി ഗൈരിഹി. അതായത് ഒരു സന്ദർഭത്തിൽ വളരെ ആപ്റ്റായിട്ടുള്ള വേർഡുകൾ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ വളരെ മോശമായിരിക്കും. അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ ഇപ്പോൾ നേരത്തെ വിശദീകരിച്ചത്. ചിലപ്പോൾ പറഞ്ഞില്ല, ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ് നടത്തുന്നിടത്ത് വളരെ സാഹിത്യ സമ്പുഷ്ടിയൊക്കെ വെച്ചിട്ട് സംസാരിക്കേണ്ട ഒരു സദസ്സിൽ പറ്റി ഉപയോഗിക്കേണ്ട നല്ല നല്ല വാക്കുകൾ അതവിടെ വളരെ ആപ്റ്റാണ്, ആ സന്ദർഭത്തിൽ അത് ഉപയോഗിക്കുന്നത്. പക്ഷേ അതേ വാക്കുകൾ തന്നെ ചെറിയ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും യോജിക്കുന്നില്ലല്ലോ. അപ്പം അതിനൊക്കെ എന്ത് വേണം, നല്ലൊരു ഈ പറഞ്ഞ മാനസിക പ്രവണത കൂടി അവർ കൈപ്പറ്റണം. അതുകൂടി ഉണ്ടെങ്കിൽ ഈ പറയുന്ന ബലാഗിയായ കലാമുകൾ ഉണ്ടാക്കാൻ മനുഷ്യന് സാധിക്കുകയുള്ളൂ. ഒരു ടെൻഡൻസി അതും നമ്മൾ സ്വായത്തമാക്കിയിരിക്കണം. അപ്പോൾ ഇത്രയും ഘടകങ്ങളാണ് ഇതിൽ വരേണ്ടത് കേട്ടോ. ഒരു ബലാഗിയായ അനാസിറുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ നല്ല ലഫ്ലുകൾ, നല്ല അതിൻ്റെ ആശയം, അതിൻ്റെ ക്രോഡീകരണം റെഡി ആയിരിക്കണം. അതുപോലെ പിന്നെ നമ്മൾ വാക്കുകൾ സെലക്ട് ചെയ്യുന്നത് വളരെ കൃത്യമായിരിക്കണം. അതുപോലെ സന്ദർഭത്തോട് യോജിക്കുന്ന ശൈലികളായിരിക്കണം. പിന്നെ ശ്രോതാക്കളുടെ അപ്പത്തെ സ്ഥിതിയും സാഹചര്യമൊക്കെ അറിഞ്ഞുകൊണ്ടുള്ളതായിരിക്കണം. അതുപോലെ ഈ പറയുന്ന ഒരു മാനസിക പ്രവണതയെക്കുറിച്ചും അവർ കൈപ്പറ്റിയിരിക്കണം. എങ്കിൽ ഓരോ സന്ദർഭത്തിനോട് യോജിക്കുന്നതും മറ്റൊക്കെ യോജിക്കുന്ന രൂപത്തിലുള്ള ബലാഗിയായ കലാമുകൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും ഭാഗങ്ങളാണ് നമ്മളിന്ന് പിന്നെ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ നമ്മൾ അൽ ഫസാഹത്തു വൽ ബലാഗ എന്ന് പറയുന്ന ഭാഗമാണ് ഇപ്പോൾ കവർ ചെയ്തത്. ഇനി അതിൻ്റെ അൽ ഉസ്ലുബു ഇൽമുൽ ബയാൻ എന്ന് പറയുന്ന ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇനി പറയാനുള്ളത്, ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ എജിപീഡിയ ട്യൂട്ടോറിയലിൻ്റെ പെയ്ഡ് ഗ്രൂപ്പിൽ, ടെലഗ്രാമിൻ്റെ പെയ്ഡ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ തുച്ഛമായ തുകയിൽ ഓരോ പാഠഭാഗത്തു നിന്നും വരാവുന്ന ചോദ്യോത്തരങ്ങളൊക്കെ 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ റെഫർ ചെയ്തിട്ട് സിമ്പിളായ ഭാഷയിൽ നോട്ട്സുകൾ തയ്യാറാക്കിയിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തിട്ട് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്
ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് വീണ്ടും നമ്മളെത്തും. പിന്നെ അതിൻ്റെ നോട്ട്സുകളും കാര്യങ്ങളും PDF നോട്ട്സുകളും കാര്യങ്ങളെല്ലാം ടെലഗ്രാമിൻ്റെ പേഡ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.